നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള നമ്മുടെ വിഷ്വലി ഡിസേബിളിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പിൽ ഇത് ഉൾപ്പെടുത്തിയത്. അപ്പം ഇതിനകത്ത് നമുക്ക് കുറേ AI ഫീച്ചേഴ്സ് ഇപ്പോൾ പിന്നെ എന്ന് പറയുന്നൊരു ഒരു ടൂൾ കിറ്റ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു സെഷൻ്റെ പ്രധാന ഒരു ഒബ്ജക്റ്റീവ്. അപ്പം ഇത് ഇതൊരു ഇത്തിരി ലെങ്തി സെഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ ഇരിക്കണം. അവസാനമായിരിക്കും ഈ ഫീച്ചേഴ്സിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഫണ്ടമെൻ്റലി ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടൂളാണ്, നിങ്ങൾക്ക് അറിയാം. ഒരുപാട് സെഷൻസ് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ചുരുക്കി ഹയർ ലെവലിൽ നമുക്ക് നമ്മളുടെ ഒരു ഓഡിയോ കണ്ടന്റിനെ എങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാം, എങ്ങനെയാണ് നമ്മളിതിനെ സൈലൻസ് റിമൂവ് ചെയ്യുന്നത്, നോയ്സ് റിമൂവ് ചെയ്യുന്നത്, പിന്നെ എക്കോ, അതുപോലെയുള്ള വോയിസ് എൻഹാൻസ്മെൻറ്റ്സ് കൊടുക്കുന്നത്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാനുവലി എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കും. അതിൻ്റെ തന്നെ AI ഓപ്ഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഇത് പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ കണ്ടന്റ്. അപ്പം ജോണും വൈഷ്ണവോടാണ് സെഷൻ എടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഹാൻഡിങ് ഓവർ ടു ദം. താങ്ക് യു. ഓക്കെ, Turn off microphone. ജോണേട്ടാ, ഒരു മിനിറ്റ്, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഏതോ ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റാർട്ട് ആയിട്ടുണ്ട് വൈഷ്ണവട്ടാ. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹലോ. കേൾക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒഡാസിറ്റിയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഏറ്റവും ഫ്രീ ഒരു ആപ്ലിക്കേഷനാണ് ഒഡാസിറ്റി. അപ്പോൾ ഒഡാസിറ്റിയിൽ എനിക്കോ അല്ലെങ്കിൽ വൈഷ്ണവനോ എനിക്കോ ഒക്കെ അറിയാവുന്ന നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുക, പറഞ്ഞു തരിക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ ഏറ്റവും ബേസിക് ലെവൽ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. കാരണം അത് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും എത്തിക്കിട്ടത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒഡാസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ വളരെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യാം. മീൻസ് ഒഡാസിറ്റിയിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ച് നിലവിലത്തെ അവസ്ഥയിൽ നമ്മുടെ AI ടൂളുകൾ വെച്ചിട്ട് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. പണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന കാര്യം ഇപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒഡാസിറ്റിയിൽ പണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറേ കീ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്കൊരു ഏത് ഓഡിയോ ആണോ ഒഡാസിറ്റിയിലോട്ട് കോപ്പി ചെയ്യാനുള്ളത് അതിനെ നമ്മൾ ജസ്റ്റ് കോപ്പി എടുക്കുക, ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുക, എൻ്റർ അടിച്ച് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് എന്ന് പറയുന്ന Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒഡാസിറ്റിയിലേക്ക് അത് ഇമ്പോർട്ട് ആവും. ദെൻ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും, ഇതിപ്പോൾ ഒഡാസിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരാളിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആവില്ല വൈഷ്ണവ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ചെയ്യുന്നതും പലരും പല പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കുവാണ്. അപ്പോൾ ഇമ്പോർട്ടിങ്ങിൻ്റെ കാര്യം അറിയാലോ, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒഡാസിറ്റിയുടെ ഇതിനകത്തേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്യുക, മീൻസ് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഒരു ഓഡിയോ ആയിട്ട് മാറ്റുന്നു. അതിന് ശേഷം നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കുന്നു. ഇത്രയാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യാൻ പോകുന്നത്. കൂടെ നമ്മളുടെ ഒഡാസിറ്റിയുടെ അകത്ത് വരുന്ന വിനോ എന്ന് പറയുന്ന AI ടൂള് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? മുന്നോട്ട് പോകാമല്ലോ? ഹലോ, മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഫയൽ നമ്മൾ ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുന്നു. ഒഡാസിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൈലൻ്റായിട്ടിരുന്ന് ചെയ്ത് ശ്രമിക്കുക. ഇപ്പോൾ നിലവിലൊന്ന് ശ്രമിച്ച് നോക്കുക ചെയ്തിട്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും. കാര്യം ഇതൊരു ടൂളായതുകൊണ്ട് കുറച്ച് സൈസ് കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടും കുറച്ച് പാടായിരിക്കും, കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ വൈഷ്ണവ് അത് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു ഫയൽ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ഓഡാസിറ്റിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വൈഷ്ണവ് കാണിച്ചു തരും. വൈഷ്ണവ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാമോ? Desktop. Audacity. സിറ്റി ഓപ്പൺ ആണ്. ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് പോകുന്നു. Just volume headphone. ഞാൻ ഓൾറെഡി ഒരു സോങ് നമ്മുടെ വിനോല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോങ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരുന്നത്. അത് ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. Desktop list. Nerveta Minovala 3 of 25. Copy. ഞാൻ കോപ്പി ചെയ്യും. Pasted. Track view table. 1 Nerveta Minovala selected row. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഫയലിന്റെ മേലെ കോമ്പസ് ചെയ്യുന്നു, നമ്മുടെ കൺട്രോൾ സി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു, ഓഡാസിറ്റിയിൽ തിരിച്ചു വരുന്നു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. വൈഷ്ണവ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാവോ അവർക്ക്? ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ട് ആയി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ. പണ്ട് നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഐ ഒക്കെ കൊടുത്ത് ബ്രൗസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഫയലിനെ അവിടെ ആ ഒരു എഡിറ്റ് ബോക്സിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ചുമ്മാ ഫയൽ കോപ്പി എടുക്കുക, ഓഡാസിറ്റി തുറക്കുക, ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക, സാധനം ഓക്കെ. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൺട്രോൾ എസ് അടിച്ചിട്ട് വേണ്ട പേര് കൊടുക്കുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു, എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? വൈഷ്ണവ്, ആ നോയ്സ് ഉള്ള ഫയലൊന്ന് ഇമ്പോർട്ട് ചെയ്യാവോ? ഈ പാട്ടൊന്ന് മാറ്റിയിട്ട് നോയ്സ് ഉള്ള ഫയലൊന്ന് ഇമ്പോർട്ട് ചെയ്യാവോ? ഓക്കെ, Select all. Desktop list. This PC 1 of 20 Tarsan chapter. Copy. Pasted. Track. 1 Nerveta Minovala row not selected. Select all. 2 Tars. 1 Nerveta Minovala. 2 Tars. 1 Nerveta. Can't rename. Move track. Multi-view waveform check spectrogram. Wave color. Make stare. അതായത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാം. Desk. ഓഡാസിറ്റിയിലോട്ട് പോകാം. Accessible YouTube. Accounts Isaac. Audacity 7 of 20. Pane. On that track panel. ഓക്കെ, ഓഡാസിറ്റി വന്നിട്ടുണ്ട്. നമുക്കിവിടെ Pasted. Track view table. 1. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബറോസ് രചിച്ച നോവൽ ടാർസൻ ഭാഗം 9. ടാർസൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓഡിയോ ഫയൽ, ഇപ്പോൾ പലർക്കും പല നീഡ്സാണ് ഓഡാസിറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഒരു ഓഡിയോ ഫയൽ നമ്മളുടെ ഇതിലേക്ക് കിട്ടി, കയ്യിൽ കിട്ടി. നമ്മൾ അതിൻ്റെ നോയ്സൊക്കെ കളഞ്ഞ് ഒന്ന് ഭംഗിയാക്കി എടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളൊരു ഓഡാസിറ്റിയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇനി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ നോർമലി ഞാനിത് ഏറ്റവും എളുപ്പമുള്ള വഴി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ പഴയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും, അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള വഴി മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്നു. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെയാണ്, ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തൊട്ട് കേട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ നോയ്സ് വരുന്ന ഭാഗങ്ങളോ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റുകളിൽ നമ്മൾ കൊടുത്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി അതെല്ലാം കേട്ട് നമ്മൾ ഫുൾ ഓഡിയോ നമ്മൾ ചെയ്ത് അതിനുശേഷം നമ്മൾ വീണ്ടും അതിനെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട്, അതായത് സൗണ്ടൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. ബേസ് കൂട്ടുന്നു, അല്ല ട്രിബിൾ കൂട്ടിയിട്ട് നമ്മൾ ഭംഗിയാക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം, ഇതിൽ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ആദ്യം ഒരു ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ നോയ്സ് ഏതാണോ നമുക്ക് വേണ്ട നോയ്സ്, കളയേണ്ട നോയ്സ് ഏതാണോ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ കോപ്പി എടുക്കുക, മീൻസ് സെലക്ട് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ഇഫക്റ്റ് മെനുവിൽ നമ്മൾ പോയിട്ട് നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഇതിൽ പോയി നമ്മൾ ആദ്യം അതിൻ്റെ ടെംപ്ലേറ്റ്, മീൻസ് നമ്മൾ ഏത് നമ്മളുടെ നോയ്സ് ആണോ കളയേണ്ടത്
ആദ്യത്തെ ഭാഗം ചെയ്യുന്നത് നമ്മൾ ഏത് നോയ്സ് ആണോ നമ്മുടെ ഫയലിൽ നിന്ന് കളയേണ്ടത് ആ നോയ്സിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമ്മളവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ട്രാക്ക് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെലക്ട് ചെയ്ത് നമ്മൾ ഓഡാസിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ആദ്യത്തെ ഭാഗം, ഏത് നോയ്സ് ആണോ കളയേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആ കംപ്ലീറ്റ് ആ ട്രാക്ക് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത്രയും നോയ്സ് നമ്മൾ അതിൽ നിന്ന് കളയുന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പരിധി വരെയൊക്കെ നോയ്സ് പോകത്തുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ പോകത്തില്ല, കുറച്ചൊക്കെ പോകത്തുള്ളൂ. പിന്നീട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓഡിയോയുടെ ക്വാളിറ്റി അങ്ങ് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോകും. ഒരു വല്ലാത്ത രീതിയിൽ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സെക്കൻഡ്, അവിടെ ഫാനിന്റെ നോയ്സ് വരുന്നുണ്ട് വല്ലാതെ. അതൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വലിയ സൗകര്യമായി. ഞാൻ അല്ലാതെ നിൽക്കുന്ന സ്ഥലത്തുള്ള കാറ്റിന്റെ ശബ്ദമാണ്. വല്ലാതെ അതിന്റെ നോയ്സ് വരുന്നത് പറഞ്ഞതേ. ഇപ്പോഴും ഉണ്ടോ അത്? ഇപ്പോഴും, അതായത് അത് ഓസിലേറ്റിംഗ് ആണ്, അത് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, അങ്ങനെയാണ്. ഓക്കെ ഇപ്പൊ കേൾക്കാമല്ലോ. ഇപ്പൊ അതിന്റെ നോയ്സ് വരുന്നുണ്ട്, പക്ഷെ കുറച്ച് കുറഞ്ഞു. ഓക്കെ, ഡീൽ. അപ്പോൾ നമ്മൾ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതാണ് നമ്മളുടെ നോയ്സ് എന്ന് ഓഡാസിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എൻ്റയർ ഓഡിയോ സെലക്ട് ചെയ്യുന്നു. ദെൻ അത്രയും ആ ഒരു തരത്തിലുള്ള നോയ്സ് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കളയുന്നു. ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വിനോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ AI ടൂള് വെച്ചിട്ട് നമുക്ക് സിംപ്ലി നമ്മുടെ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ നമ്മളുടെ ഓഡിയോ സെലക്ട് ചെയ്യുന്നു. വിനോയിൽ പോയിട്ട് വിനോയുടെ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഒരു സാധനവും സെലക്ട് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും പോകണ്ട. ചുമ്മാ നമ്മൾ Ctrl A കൊടുത്ത് നമ്മുടെ ട്രാക്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് Alt+C അടിച്ച് ഇഫക്റ്റ് മെനുവിൽ പോയിട്ട് വിനോ എന്ന് പറയുന്ന നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഫക്റ്റ് മെനുവിൽ വിനോ ഉണ്ടാകും, ഒരു സബ് മെനു ആയിട്ടുണ്ടാകും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ എൻ്റർ ചെയ്തിട്ട് വരുന്ന ഡയലോഗ് ബോക്സിൽ ടാബ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഇതിനേക്കാളും ഇഫക്റ്റീവായിട്ട് നമ്മളുടെ ട്രാക്ക് കുറച്ചുകൂടെ ഹെവി, നല്ല പക്കയായിട്ട് നമുക്ക് കിട്ടും. വൈഷ്ണവ് ഒന്ന് ചെയ്ത് കാണിക്കാം അവിടെ അവനെ. ഓക്കെ, ഞാൻ ആദ്യം ഇപ്പൊ നിലവിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയൽ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് എഫക്റ്റ് കൊടുത്തു. Select all. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബറോസ് രചിച്ച നോവൽ ടാർസൻ ഭാഗം 9 ടാർസനും കാഞ്ചനസിംഹവും. അധ്യായം 2 ജഡ്ബൽ ജായുടെ പരിശീലനം. ഓക്കെ, ഞാനപ്പം നമ്മുടെ വിനോ വരുന്നത് എഫക്ട് മെനുവിലാണ്. Select all. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ഒന്നുകൂടെ ട്രാക്ക് ഒന്നുകൂടെ സെലക്ട് ചെയ്താണ്. Ctrl A കൊടുത്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് Alt+C പ്രസ് ചെയ്ത് ഇഫക്ട് മെനുവിലോട്ട് പോകാം. Plugin Manager P. ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്പ് ഏറോ പ്രസ് ചെയ്താൽ മതി. Open Vino AI Effects Submenu O. ഓക്കെ, ഓപ്പൺ വിനോ AI സബ് മെനു. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ഏറോ കൊടുത്ത് നമ്മൾ സബ് മെനു എക്സ്പാൻഡ് ചെയ്യും. Open Vino Music Generation O. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. വിനോ മ്യൂസിക് ജനറേഷൻ Open ഉണ്ട്, Vino Music Separation O. സെപ്പറേഷൻ ഉണ്ട്, മ്യൂസിക് സെപ്പറേഷൻ, Open Vino Noise Suppression O. നോയ്സ് സപ്രഷൻ, Open Vino Super Resolution O. സൂപ്പർ റെസൊല്യൂഷൻ, Open Vino Whisper Transcription O. വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ. Open Vino Music Generation O. ഇത്രയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നോയ്സ് സപ്രഷൻ കൊടുക്കാം. Open Vino Noise Suppression O. എൻ്റർ ചെയ്യുന്നു. Open Vino Noise Suppression Dialog. Grouping. Open Vino Inference Device. Combo Box CPU Collapsed. ഇതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതില്ല. Device Details Button. Noise Suppression Model. Combo Box The Filter to Collapsed. Advanced Options Checkbox Not Checked Alt+A. Cancel Button Alt+A. Apply Button Alt+A. നമുക്ക് അപ്ലൈ കൊടുത്ത് നോക്കാം. Tarsan Chapter 2 Unavailable. അൺഅവൈലബിൾ ആയി. അത് നമ്മൾ സപ്രഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് വ്യൂ Track ടേബിൾ View Table. 1 Tarsan Chapter 2 Selected Row. ഓക്കെ, അപ്പൊ അത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബറോസ് രചിച്ച നോവൽ ടാർസൻ ഭാഗം 9 ടാർസനും കാഞ്ചനസിംഹവും. അധ്യായം 2 ജഡ്ബൽ ജായുടെ പരിശീലനം. നിങ്ങൾക്ക് അതിന്റെ മാറ്റം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.
നേരത്തെ കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സുകൾ ഉണ്ടായിരുന്നു, ഹോൺ അടിക്കുന്ന നോയ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ബ്രീത്തിങ് നോയ്സ്, അതായത് നമ്മൾ ബ്രീത്ത് എടുക്കുന്ന വോയിസ് അല്ലാതെ മറ്റു വോയിസുകളൊന്നും അതിനകത്തില്ല. എല്ലാം നോയ്സ് റിഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പക്ക ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എളുപ്പം മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ടിരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ഫയല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് വേണ്ട നോയ്സിൻ്റെ ഭാഗം നമ്മൾ ഒരു ഇച്ചിരി സെലക്ട് ചെയ്യുന്നു, ഒരു ചെറിയ പോർഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്നതിൽ പോയിട്ട് ഒരു ആ ഒരു ഫസ്റ്റ് ടാബിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷനാണ് അതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. വീണ്ടും കൺട്രോൾ എ കൊടുത്ത ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നോയ്സ് റിഡക്ഷൻ ഒന്നുകൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഇഫക്റ്റീവായിട്ട് നമുക്കൊരിക്കലും കിട്ടിയിരുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മുടെ വിനോ വന്നപ്പോൾ, ഹലോ, ആ ഇത് നമ്മുടെ ഉബുണ്ടുവിലുള്ള ഓഡാസിറ്റിയിൽ വർക്കാവോ? ഉബുണ്ടുവിലും വർക്ക് അതിനകത്ത് ഇത് ചെയ്യുന്നതാണ്. ഉബുണ്ടുവിലും അതിനകത്ത് ഈ പക്ഷേ ഈ വിനോ ഒരു ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. വിനോ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഉബുണ്ടുവിലോട്ട് വിനോ ഇമ്പോർട്ട് അവസ്ഥ ചെയ്ത് എന്താണെന്ന് കുറച്ച് അറിയത്തില്ല. ബുദ്ധിമുട്ടുള്ളതായി. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വിനോ എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടൂളുകളെല്ലാം ഓൺലൈൻ ബേസ്ഡ് ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ വിനോ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ അത് ഓഫ്ലൈൻ ആണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കുന്ന ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് നെറ്റ് വേണമെന്നൊന്നുമില്ല. നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. കാര്യം ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ അതിന് എക്സ്റ്റൻഷൻ കിട്ടുവാണെങ്കിൽ ഉബുണ്ടുക്കാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഉബുണ്ടുവിൽ ഞാനും ഈ സാധനം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. കാര്യം നമ്മൾക്ക് ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉബുണ്ടുവിൽ ചെയ്യേണ്ട ഒരു ഇത് എൻ്റെ കയ്യിലുള്ള സിസ്റ്റം ഒരുമാതിരി എല്ലാവരും ഉപയോഗിക്കുന്നത് വിൻഡോസാണ്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് വിൻഡോസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഉബുണ്ടുവിൻ്റെ കാര്യം ചെക്ക് ചെയ്യേണ്ടി വരും, ചെയ്ത് നോക്കേണ്ടി വരും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ സിസ്റ്റം ഉബുണ്ടു ആണ്. വിനോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാവോ? അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. audacity.plugins.org എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഉബുണ്ടു വഴിയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം audacity.plugins.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ പ്ലഗിൻസ് വരുന്ന ഇതിൽ നമുക്ക് നോർമലി ഒരുപാട് പ്ലഗിൻസ് കാണിക്കും. അവിടെ AI പ്ലഗിൻസ് എന്ന് പറയുന്നതിൽ ഈ ഉബുണ്ടുവിന് വേണ്ടിയിട്ട്, വിൻഡോസിൻ്റെത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉബുണ്ടുവിന് വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ വിൻഡോസ് ഇട്ട് ആയത് തരാൻ പറ്റും ക്ലാസ് കഴിയുമ്പോഴത്തേക്ക്. ഒന്ന് ലിങ്ക് ജസ്റ്റ് ഒന്ന് ഇടാം, ലിങ്ക് ഇടാം, ലിങ്ക് ഉബുണ്ടുവിൽ ഇടാം. ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റാതിരിക്കേണ്ട കാര്യമില്ല, ചെയ്യാൻ പറ്റുമായിരിക്കണം. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ മെസ്സേജ് കണ്ടിരുന്നു, പക്ഷെ ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നത് എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യാതിരുന്നത്. അപ്പോൾ നോർമലി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ആയിരുന്നു. പക്ഷേ ഈ വിനോ വന്നതോടുകൂടെ നമുക്ക് നോയ്സ് സപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയായി മാറി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നോയ്സ് എല്ലാം പോയി അത്യാവശ്യം നല്ല ഒരു ക്ലീൻ ഫയലായിട്ട് കിട്ടി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം നമ്മളുടെ ഓരോരുത്തരുടെ ചിന്താഗതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇനി ഈ ഫയലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം? ചില ഇപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ പോയി സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രങ്കേറ്റ് സൈലൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓഡാസിറ്റിയുടെ ഡിഫോൾട്ട് ഓപ്ഷനായിട്ടുള്ള ട്രങ്കേറ്റ് സൈലൻസ് നമുക്ക് കൊടുക്കാം ഇവിടെ. അപ്പോൾ നമുക്ക് വേണ്ടത്രയും, അതായത് ഇത്ര ഇതിൽ കൂടുതലുള്ള സൈലൻസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ലിമിറ്റ് സൈലൻസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അതിന് നമ്മൾ ഓഡാസിറ്റിയുടെ പുതിയ ഓപ്ഷൻ ആണെങ്കിൽ സ്പെഷ്യൽ എന്ന് പറയുന്ന സബ് മെനുവിൻ്റെ അകത്ത് ട്രങ്കേറ്റ് സൈലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ട്രങ്കേറ്റ് സൈലൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇത്രയും ഇതിൽ ആവശ്യമില്ലാതെ വരുന്ന ഒരുപാട് കൂടുതലായിട്ട് വരുന്ന ഇതിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഇപ്പോൾ ഒരു 0.2 സെക്കൻഡ് അല്ലെ 3 സെക്കൻഡ് 0.23 സെക്കൻഡ് വരുന്ന സൈലൻസിനേക്കാളും കൂടുതൽ വരുന്നതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന സൈലൻസിലേക്ക് ഇത് കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ ഓരോരുത്തരും റീഡ് ചെയ്യുന്നത് പല രീതിയിലാണല്ലോ. ചിലപ്പോൾ ചില സ്ഥലത്ത് വെച്ച് കുറച്ച് കൂടുതൽ സമയം വരും. ഓരോരുത്തരുടെയും ക്ലാസ്
അപ്പോൾ ട്രങ്കേറ്റ് സൈലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വൈഷ്ണവ ഒന്ന് കാണിച്ചു കൊടുക്കാവോ അവനെ? Effects plugin manager P. എസ്. ഞാൻ ഇഫക്റ്റ് സബ്മെനുവിൽ പോയി ഇവിടെ ജസ്റ്റ് എസ് പ്രസ് ചെയ്താൽ മതി. Special submenu S. അപ്പം സ്പെഷ്യൽ സബ്മെനു കിട്ടും. അത് എക്സ്പാൻഡ് ചെയ്യുക. Invert I. അതിനകത്ത് Truncate silence. Truncate silence T. ടി പ്രസ് ചെയ്താൽ മതി. ട്രങ്കേറ്റ് സൈലൻസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. No audio selected dialog. Select the audio. ഓക്കെ, ഓഡിയോ സെലക്ട്. Select all. Tarson chap. Select all. Plugin manager P. Special submenu S. And truncate silence dialog threshold. dB duration seconds. Truncate 2 seconds. Compress 2%. Detect silence grouping. Threshold decibels. Edit alt plus T selected -20. ത്രെഷോൾഡ് ലെവല് -20 ആണ് കിടക്കുന്നത്. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Duration seconds. Edit alt plus D selected 0. ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഡ്യൂറേഷൻ എത്രയാന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഡ്യൂറേഷൻ എത്രയാണോ, അതായത് ഏകദേശം എത്രയിനെ മേളിൽ വരേണ്ടതാണോ ഡ്യൂറേഷൻ എന്നുള്ളതാണ് ആദ്യത്തത്. ഇപ്പോൾ നമുക്ക് ഇത്ര സെക്കൻഡിന് മേളിലോട്ട്, മീൻസ് നമുക്ക് 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ല, അതിലും ചെറിയ സെക്കൻഡുകളാണ് നമുക്ക് വേണ്ടെങ്കിൽ പോയിന്റ് ഇട്ടുകൊണ്ട് നമുക്കത് കൊടുക്കാം. 0.3 അല്ലെങ്കിൽ 0.4 സെക്കൻഡിന് മേളിലോട്ടുള്ള ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ചിലപ്പോൾ 1 സെക്കൻഡ് വരെയുള്ള സൈലൻസ് അവിടെ കാണും, ഈ ഗ്യാപ്പ് വരുന്നത് സൈലൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മളതൊരു 0.3 അല്ലെ 0.4 മേളിലോട്ടുള്ളത് സെലക്ട് ആകുന്നു. ദെൻ ടാബ് ചെയ്തിട്ട് എത്രത്തോളം കംപ്രസ് ചെയ്യണമെന്നുള്ളത്, അതായത് ഇതിലും മേളിലോട്ടുള്ള സൈലൻസ് എത്രത്തോളം താഴത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് രണ്ടാമത്തെ ടാബിൽ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സെലക്ട്, അത് നമ്മൾ കേട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ആരുടെയും ഇത്ര ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളത് കേട്ട് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഒരു നോർമൽ രീതിയിൽ പോകുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് വരുന്നത് പോലെ തോന്നും. പടപടാന്നും പറഞ്ഞുകൊണ്ട് സാധനം കയറി വരും. ഒരു കേൾക്കുമ്പോൾ തന്നെ ഒരു അരോചകമായിട്ട് തോന്നും. പക്ഷെ അത് നമ്മളുടെ ഇതാണ്. അത് ഒഡാസിറ്റി ചെയ്യുന്നത് ഒരിക്കലും ഈ ഞാൻ പറയുന്ന രീതിയിൽ, അല്ലെ ജോൺ ചെയ്യുന്നു അതുപോലെ തന്നെ ചെയ്ത് ആണ് എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. വൈഷ്ണവ് ചെയ്യുന്നത് പോലെ ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാര്യം ഓരോരുത്തരുടെയും ഇത് അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ഇതിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഓരോ ഇതിനും ഓരോരുത്തർ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് വൈഷ്ണവ് ഒരു 0.4 ഇട്ടിട്ട് 0.4 തന്നെ കൊടുത്തോണ്ടൊന്ന് കംപ്രസ് ചെയ്യാവോ? Threshold duration seconds. Edit alt plus D selected 0.5. അത് മതി, 0.5 മതി, കുഴപ്പമില്ല. ഓക്കെ, Action grouping combo box truncate detected silence collapsed. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് പറഞ്ഞു കൊടുക്കണേ വൈഷ്ണവ്, അതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ആ കോംബോ ബോക്സിന്റെ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. Compress excess silence. ഇവിടെ 2 ഓപ്ഷൻ Truncate ഉണ്ട്. detected silence. ഡിറ്റക്റ്റഡ് സൈലൻസ്, അതായത് നമ്മളിപ്പോ നിലവിൽ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള സൈലൻസിനെ 0.5 മാറ്റാനാണോ, അതല്ലെങ്കിൽ Compress excess silence. കൂടുതൽ കംപ്രസ് എക്സസ് സൈലൻസ്, അത്രയും എക്സസ് ആയിട്ടുള്ള സൈലൻസ് കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പം ചില റെക്കോർഡിങ്സിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും, ഒരു വരി വായിച്ചതിന് ശേഷം ചിലപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഇത്തരം സാധനങ്ങളിൽ നമ്മൾ എത്രത്തോളം കംപ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് Truncate detected silence. ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസ് ആയിരിക്കും. ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0.4 സെക്കൻഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 0.4 അല്ലെ 0.5 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 0.5 സെക്കൻഡ് സെലക്റ്റഡ് ആയിട്ടുള്ള ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസ് എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറയുന്ന ആ അത്രയും ഉള്ള ഒരു സൈലൻസ് അത് ട്രങ്കേറ്റ് ചെയ്ത് കളയും. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 അത്രയും ഉള്ള 0.5 ഭാഗത്തോളം ഉള്ള സൈലൻസ് അങ്ങ് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ട്രങ്കേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കംപ്രസ് എക്സസ് എന്ന് പറയുന്നത് ഈ 0.5 ശേഷമുള്ള എത്രത്തോളം എക്സസ് ആയിട്ടുണ്ടോ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഇതാണ് ഈ 2 ഓപ്ഷൻ്റെ പ്രത്യേകതകൾ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത സാധനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യുക. വൈഷ്ണവ് ഏതെങ്കിലും ഒന്ന് ഇട്ടുണ്ടോ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ.
ഞാനിപ്പം ഡിറ്റക്ടഡ് സൈലൻസ് കൊടുത്ത് ചെയ്യാം. Truncate 2 seconds. Edit Alt plus U selected 0.5. ഓക്കെ. Truncate tracks independently. Checkbox not checked. Alt plus A. ഇത് ചെക്ക് ചെയ്യരുത്, ഇൻഡിപെൻഡന്റ്ലി ചെക്ക് ചെയ്യരുത്. ഇത് അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാതെ തന്നെ വെച്ചോളുക. Preview button Alt plus P. വേണേ നമുക്ക് ഇവിടെ പ്രീവ്യൂ നോക്കാം, അതല്ലെങ്കിൽ അപ്ലൈ Cancel button Alt plus Apply button Alt plus A. അപ്ലൈ കൊടുക്കുകയാണ്. Tarsan chapter 2 track view table 1 Tarsan. അപ്ലൈ ചെയ്ത് നോക്കാം. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബറോസ് രചിച്ച നോവൽ ടാർസൻ ഭാഗം 9 ടാർസനും കാഞ്ചനസിംഹവും അധ്യായം 2 ജഡ്ബൽ ജായുടെ പരിശീലനം വോയിസ് നോട്ട് 1 പേജ് നമ്പർ 22. അങ്ങനെ ആൾക്കുരങ്ങയുടെ രാജാവായ കണ്ടോ, ഇതില് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മളിത് കേൾക്കുമ്പോഴത്തേക്കും ഇതെന്താ വ്യത്യാസം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ വെർഷനും ഈ ഒരു വെർഷനും കൂടെ നോക്കുമ്പോഴത്തേക്കും ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന ഗ്യാപ്പ് പോയിട്ട് ഒരു നോർമൽ രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വലിയ ഒരു ക്ലാസ്, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ നമ്മളൊരു ക്ലാസ് എടുക്കുന്നു, അതിനുശേഷം അതൊരു നോട്ടായിട്ട് കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പുകളും പല സ്ഥലത്തും സൈലൻസ് ഒക്കെ വരും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളെ വളരെ അടുത്തായിട്ട് മീൻസ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് എത്രത്തോളം കുറക്കാവോ അത്രയും കുറച്ചുകൊണ്ട്, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്, ട്രങ്കേറ്റ് സൈലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റും. ഇത് ഓക്കെ ആണോ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതും എക്സസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി പറയാമോ? എക്സസും ഇതും ഇപ്പൊ ചെയ്തതും തമ്മിൽ. ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസും ട്രങ്കേറ്റ് എക്സസ് ആയിട്ടുള്ള സൈലൻസ് എന്ന് പറയുമ്പോൾ, ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 0.5 എന്ന് പറയുന്നത് ആദ്യത്തിൽ കൊടുത്തു. 0.5 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിന്റെ പകുതിയിലുള്ള ഭാഗം നമ്മൾ ആദ്യത്തിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ഒഡാസിറ്റി ചെയ്യുന്ന എന്താണ്, 0.5 ഉള്ള സൈലൻസ് എല്ലാം സെലക്ട് ആവും. മീൻസ് അവർ ഓട്ടോമാറ്റിക്കലി എടുക്കും. അതായത് 0.5 ഭാഗത്ത് സൈലൻസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം എടുത്തിട്ട് അത്രയും ഭാഗമാണ് ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസ്. നമ്മൾ 0.5 ആണ് ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 0.5 ഭാഗത്തോളം ഇവർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള എല്ലാ സൈലൻസും അതങ്ങ് ട്രങ്കേറ്റ് ചെയ്ത് കളയും. എന്നാൽ ട്രങ്കേറ്റ് എക്സസ് സൈലൻസ് എന്ന് പറഞ്ഞാൽ 0.5 ശേഷം എത്രത്തോളം എക്സസ് ആയിട്ടുണ്ടോ, അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് 0.5 ആണ്, അതിനുശേഷം എത്രത്തോളം കൂടുതലുണ്ടോ അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയും. അതായത് ഒരു ഇപ്പൊ നമ്മുടെ ഒരു ഓഡിയോയില് ഒരു 3 സ്ഥലത്ത് 0.5 സെക്കൻഡ് ഗ്യാപ്പാണുള്ളത്. അതല്ലാതെ നാലാമത്തെടുത്തത് ഒരു 2 സെക്കൻഡിന്റെ ഗ്യാപ്പും ഉണ്ട്. അപ്പം ഈ എക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 0.5 വന്നിട്ടുള്ള 3 ഫയൽ ഓൾറെഡി സെലക്ട് ആവും. അതിന്റെ ഒപ്പം തന്നെ ഈ 2 സെക്കൻഡ് എന്നുള്ളത് 0.5 സെക്കൻഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ സാർ, അപ്പൊ അതല്ലേ ഇത്രയൂടെ നല്ലത് നമ്മള് എക്സസിന്റെ ഇത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല മോനെ. കാര്യം നമ്മളുടെ ആവശ്യമാണ് ഇത്. ഓരോരുത്തരുടെയും നമ്മളിപ്പോ ചെയ്യുന്ന ആളുടെ ആറ്റിറ്റ്യൂഡാണ്. ചെയ്യുന്ന ആളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം മറ്റേ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് രീതിയിലല്ല. അറിയാലോ, നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരാൾ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കില്ല. ഇപ്പൊ വൈഷ്ണവ് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാനോ വൈഷ്ണവോ ചെയ്യുന്ന രീതിയിലല്ല നിങ്ങളിൽ പലരും ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അതിന് ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ആളുടെ ഇഷ്ടമാണ്. അപ്പൊ അവിടെ കൂടുതലായിട്ടുള്ളത് കളയണോ അതോ നമ്മൾ സെലക്ട് ചെയ്ത് അത്രയും ഭാഗം കളയണോ എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ പറയുന്നു 0.5 ഭാഗം കളയണമെന്ന് വിചാരിച്ചാൽ ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് സൈലൻസ് 0.5 ഭാഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.5 അത്രയുള്ള സൈലൻസ് അങ്ങ് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഡിറ്റക്ട് ചെയ്ത സൈലൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി അതല്ല, ട്രങ്കേറ്റ് എക്സസ് സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ 0.5 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 0.5 ശേഷം കൂടുതലായിട്ട് വരുന്ന എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അത് 0.5 ശേഷം 1 മിനിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അതിനുശേഷം 1 സെക്കൻഡ് ഉണ്ടെങ്കിൽ അത്രയും. ഏതാണെങ്കിലും ആ ഒരു രീതിക്ക് അനുസരിച്ച് അങ്ങ് പോകും. ചില ഭാഗങ്ങളിൽ
നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിതെല്ലാം കൊടുത്തേച്ച് ഇതെല്ലാം പക്കയായിരിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം ഒരു ഓപ്ഷൻ്റെ അകത്ത് നമ്മളിത് ചെയ്ത് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഓവർലാപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു സൗണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം പോയിട്ട്, കാര്യം ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ, ചില ഓഡിയോസൊക്കെ അറിയാലോ, വാട്സപ്പിലൊക്കെ വരുന്ന ചില ഓഡിയോസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നമ്മൾ ഈ പറയുന്ന സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഭാഗം പോയിട്ട് അതിന് ശേഷമുള്ള കുറച്ച് ഭാഗം കയറി ഇതിന്മേലോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കേട്ട് നോക്കുക, കംപ്ലീറ്റ്ലി പറ്റാവുന്ന അത്രയും കേട്ട് നോക്കുക. കേട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത സൈലൻസിൻ്റെ ആ ടൈമിങ്ങിൻ്റെ ഇതിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷനിലോ ട്രങ്കേറ്റ് ഡിറ്റക്റ്റഡ് ആണോ ട്രങ്കേറ്റ് എക്സസ് ആണോ, രണ്ടിലേതെങ്കിലും ഒന്ന് മാറ്റിയോ മറിച്ചോ കൊടുത്താൽ ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ എല്ലാം വരുമെന്ന് വിചാരിക്കരുത്. കാര്യം ഇത് ഒഡാസിറ്റി ഒരു ഫ്രീ ഓഫ് ഇതിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ചെയ്ത് ആ എഫക്റ്റ് കൊടുത്തതിന് ശേഷം 1 to 0 എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിൻ്റെ അവസാനം വരെ നമ്മളൊന്ന് കേട്ട് നോക്കുക. ഓക്കെ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മുന്നോട്ട് പോകാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല വൈഷ്ണവിന് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇത് നമ്മുടെ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഇൻഷോട്ടിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണോ ഇത്? സൈറ്റഡ് ഉപയോഗിക്കുന്നതും ഒഡാസിറ്റി തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒഡാസിറ്റി തന്നെയാണ്. സൈറ്റഡ് ഉപയോഗിക്കുമ്പോൾ മൗസ് യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. കാര്യം അവർക്ക് മറ്റേ നമ്മളുടെ ഓഡിയോ ക്ലിപ്പുകളിനെ ഗ്രാഫായിട്ട് കാണാൻ പറ്റും. നമ്മൾക്ക് പക്ഷേ ആ ഒരു വിഷൻ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ കേട്ടത് ചെയ്യുന്നു എന്നുള്ളൂ. ഓ അത് ശരി സാറേ. ഇത് കണക്ക് തന്നെയല്ലേ സാറേ ഇൻഷോട്ട്? ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ആണ്. ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ഇതല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഒഡാസിറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു നോയ്സ് റിഡക്ഷൻ വിനോ വെച്ചിട്ട് എങ്ങനെ നോയ്സ് റിഡക്റ്റ് ചെയ്യാം, അതിനുശേഷം നോയ്സ് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള സൈലൻസ് എങ്ങനെ ട്രങ്കേറ്റ് ചെയ്ത് കളയാന്നുള്ളത് നോർമലി ഒഡാസിറ്റിയുടെ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഈ ഒരു ഇതിൽ നമുക്ക് സൗണ്ടിന് ഇപ്പോൾ ഇത്തിരി എക്കോ ഡിലേ ഒക്കെ കൊടുക്കാനായിട്ട് ഇഫക്റ്റ് മെനുവിൽ ഡിലേ ആൻഡ് റിവേർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വൈഷ്ണവ് ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഓക്കെ. Select Effects Sub Plugin Manager P. ഞാൻ ഇഫക്റ്റ് സബ് മെനുവിലോട്ട് പോയി ഡി പ്രസ് ചെയ്യാണ്. Delay and Reverb Sub Menu D. ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ Delay D. ഫസ്റ്റ് ഓപ്ഷൻ ഡിലേ ഉണ്ട്, Echo E. എക്കോ, Reverb R. റിവോ, Delay D. ഇത്ര ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എക്കോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എക്കോയിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇതിന്റെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൃത്യമായിട്ട് കൊടുത്ത് പ്രീവ്യൂ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എക്കോ പല സമയത്തും ഓരോ ഫയലിന്റെ ഇതിനനുസരിച്ചിരിക്കും. നമുക്ക് എക്കോ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ജോണേട്ടാ, പറഞ്ഞോ. ഇതിൽ ഏതാണ് ഇനി ചെയ്ത് കാണിക്കേണ്ടത്? നീ എക്കോ കൊടുത്തേ. Echo E. Echo dialog. Delay time seconds. Edit Alt plus D selected 0.3. ഫസ്റ്റ് വന്നേക്കുന്ന ഡിലേ ടൈംസ് ആണ്. ഡിലേ ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സൗണ്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ആ ഒരു ടാർസൻ എന്ന് പറയുന്ന ഓഡിയോയുടെ മെയിൻ ഓഡിയോ പ്ലേ ആയതിനു ശേഷം എത്ര ഡിലേ വരണം, മീൻസ് എത്ര ഡിലേ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ എക്കോ തുടങ്ങാനായിട്ടുള്ളതെന്നാണ് ഒന്നാമത്തെ ഡിലേ ടൈം എന്ന് പറയുന്ന ആദ്യത്തെ ഇത്. ഡിലേ എത്രത്തോളം ഡിലേ ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തേക്കുന്നത് 0.3 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ഇതിന് ശേഷം ഒരു ടാബ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒന്ന് കേൾപ്പിക്കാവൂ വൈഷ്ണവേ? Decay factor. Edit Alt plus E selected 0.1.
ഡീകെ ഫാക്ടർ മീൻസ് എത്രത്തോളം ഹയർ ആയിട്ട് വേണം വരാനായിട്ട്. മീൻസ് നമ്മുടെ ഈ പറയുന്ന ഡിലേ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് മെയിൻ ഇതിൻ്റെ മറ്റേ നമ്മൾ കൊടുക്കുന്ന ഫയലിൻ്റെ തന്നെ സെയിം ഒരു എക്കോയാണ് ഇവിടെ വരേണ്ടത്. അതേ സാധനം തന്നെ വീണ്ടും കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് എത്ര സമയത്തിന് ശേഷം വരണം എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡിന് ഈ ആദ്യത്തെ സാധനം പ്ലേ ആയതിനു ശേഷം എക്കോ വരുന്നത് എത്രത്തോളം ഹയറിൽ വേണം, എത്രത്തോളം സൗണ്ടിലാണ് വരേണ്ടതെന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നാമത്തത് നമ്മളുടെ സൗണ്ട് പ്ലേ ആയതിനു ശേഷം എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര ടൈമിന് ശേഷം വരണമെന്നുള്ളതും, ഈ രണ്ടാമത്തെ ഓപ്ഷൻ എത്ര ഹയറിൽ എത്ര വോളിയം കൂടുതൽ വേണം വരാനായിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയിന്റ് കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ എക്കോയുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ട് വരും. കാര്യം നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിൽ വരുന്ന സൗണ്ട് വീണ്ടും എക്കോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടം തൊട്ട് വീണ്ടും വീണ്ടും എക്കോ വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ഇത് പ്ലേ ആകുന്നതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങളിപ്പോൾ 0.3 കൊടുത്താൽ രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ 0.3 കൊടുത്താൽ ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതി വരും. 2.3 കൊടുത്തൊന്ന് പ്രിവ്യൂ ചെയ്ത് വൈഷ്ണവേ. Blank 1. Right. Blank. Num lock on. Preview button. Decay factor. Edit Alt plus E selected 0.3. ഇപ്പൊ രണ്ടും 0.3 ആക്കിയിട്ടുണ്ട്. Preview button Alt plus P. Pressed. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബ്രോസ് രചിച്ച നോവൽ Yes button Alt plus ടാർസൻ ഭാഗം 9. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കേട്ടപ്പോഴത്തേക്ക് ഒരു ഭംഗിയായിട്ട് തോന്നി. ഇപ്പൊ ഇവിടെ നമുക്ക് ഡീകെ ഫാക്ടറും കുറയ്ക്കാം, അതുപോലെ തന്നെ നമ്മൾ ഡിലേ ടൈമും നമുക്ക് കുറയ്ക്കാം. ഇനി ഡീകെ ഫാക്ടർ കൂട്ടിയാലോ? ഡീകെ ഫാക്ടർ ഒരു പോയിന്റ് മാറ്റിയിട്ട് 1 എന്ന് കൊടുത്ത് വൈഷ്ണവെ കാണിച്ചു. ജസ്റ്റ് ആ പോയിന്റ് അങ്ങ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് 1 എന്നുള്ളത് കൊടുത്ത് 1 സെക്കൻഡ് എന്നുള്ളത്. Tarsan chapter 2. Pause. Select. Plugin map delay and reverb delay. Echo E. Echo decay factor. Edit Alt plus E selected 0.1. Selection removed. പോയിന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. Decay factor. Edit focus Alt plus E1. 1 ആക്കി. Preview button Alt കൊടുത്താൽ മതി. pressed. പ്രസിദ്ധ സാഹിത്യകാരൻ Dialogue. വല്ലതും മനസ്സിലായോ? നമുക്ക് വല്ലതും കേൾക്കാൻ പറ്റിയോ? ഒന്നും കേൾക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ തുടങ്ങിയ സമയത്ത് പ്രസിദ്ധ എന്ന് മാത്രം കേട്ടു, ബാക്കി മൊത്തം അങ്ങ് ഇതായി. എന്തുകൊണ്ടാ? നമ്മളുടെ ഈ ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് വരുന്ന എക്കോ വീണ്ടും 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 അതിൻ്റെ ഇതിലോട്ട് അങ്ങ് കയറി വന്നിട്ട് പിന്നെ അതങ്ങ് വല്ലാത്തൊരു ഇതിലോട്ടങ്ങ് പോകും. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് എക്കോ എന്ന് പറയുന്നതിലുള്ളത്. എന്താണ്? ഒന്ന് ഡീകെ ഫാക്ടറും പിന്നൊന്ന് ഡിലേയും. ഡിലേ എത്ര സമയത്തിന് ശേഷം, അതായത് നമ്മളുടെ സമയം, നമ്മളുടെ ഓഡിയോ പ്ലേ ആയി തുടങ്ങിയതിന് ശേഷം എത്ര ഇതിന് ശേഷമാണ് നമ്മുടെ ഇത് എക്കോ ആയിട്ട് തുടങ്ങേണ്ടത്, അത് എത്ര ശബ്ദത്തിൽ വേണം വരാൻ. നമ്മൾ പരമാവധി ഡീകെ ഫാക്ടർ ഒരു അല്പം കുറച്ചിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പരമാവധി നമ്മൾ 0.2 ആണ് രണ്ടിലും കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു ഭംഗിയിൽ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ 0.3 രണ്ടും 0.3 കൊടുക്കാറുണ്ട്, 0.2 കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ചില പാട്ടുകളുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നീളത്തിൽ കുറച്ച് ഇത്തിരി താമസിച്ചൊക്കെ വരണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചില സമയങ്ങളിൽ ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ലെങ്ത് കൂട്ടാറുമുണ്ട്. ഇതൊന്നും നമ്മളുടെ ആരുടെയും കയ്യിലല്ല. നമ്മളുടെ ആ ഒരു നീഡ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പോയിന്റ് വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എക്കോയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ ശബ്ദം കേട്ടു എവിടെയെങ്കിലും പോയിന്ന് തട്ടി തിരിച്ചു വരുന്നതാണ് എക്കോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ അല്ല? ഓക്കെ അല്ല. അതെ, ഡിക്ക് ആ ഫാക്ടേഴ്സ് രണ്ടെണ്ണം കൂടെ ഒന്നും കൂടെ പറയണം, കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നേ. എക്കോ എന്ന് പറയുന്നതിൽ 2 ഓപ്ഷനേ നമുക്കുള്ളൂ. 2 ഓപ്ഷനിലേ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ. ഒന്ന് ഡിലേ ടൈം എന്ന് പറയുന്നത്. ഡിലേ ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശബ്ദം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓഡിയോ പ്ലേ ആയി തുടങ്ങിയതിന് ശേഷം എത്ര സെക്കൻഡിന് ശേഷം, സെക്കൻഡ് മീൻസ് ചിലപ്പോൾ 1 സെക്കൻഡ് ആകാം, ചിലപ്പോൾ അതിലും കുറഞ്ഞതാകാം.
നമ്മൾ 1 സെക്കൻഡിന് താഴത്തേക്കുള്ളതാണ് 0.9, 0.8, 0.7, 0.6, 0.5, 0.4, 0.3, 0.1 ഇങ്ങനെ താഴത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ഓഡിയോ പ്ലേ ആയി തുടങ്ങിയതിന് ശേഷം എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര സമയത്തിന് ശേഷം വേണം നമ്മുടെ സൗണ്ടിൻ്റെ എക്കോ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഒന്നാമത്തത് ഡിലേ ടൈം എന്നുള്ളത്. ഇനി ആ ഡിലേ ടൈം ഒരു രണ്ടാമത്തെ 1 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? 1 കൊടുത്താലോ? ആ ഡിക്കേ ഫാക്ടർ നമ്മൾ പോയിന്റ് മാറ്റിയിട്ട് 1 കൊടുത്തല്ലോ, 1 കൊടുത്തു. അതേപോലെ ആ ഡിലേക്ക് 0.3 മാറ്റിയിട്ട് 1 കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? പോയിന്റ് മാറ്റിയിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. നോർമലി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ സാധാരണ ശബ്ദം തുടങ്ങി അതിനുശേഷം 1 സെക്കൻഡ് കഴിയുമ്പോൾ ആദ്യം തൊട്ട് വീണ്ടും അത് തന്നെ ഒന്നുകൂടെ പ്ലേ ആകും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാധാരണ ടാർസൻ എന്ന് പറയുന്നത് പറഞ്ഞ് ആ തുടങ്ങുന്ന പ്ലേ ആയി തുടങ്ങുന്ന ഓഡിയോയ്ക്ക് ശേഷം ആ സ്റ്റാർട്ടിങ്ങിന് ശേഷം 1 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ഒന്നുകൂടെ കേൾക്കും. വ്യത്യാസമൊന്നുമില്ല. അതാണ് അതിൻ്റെ ടൈമിങ്. ഡിലേ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഓഡിയോ പ്ലേ ആയതിനു ശേഷം എത്ര സമയത്തിന് ശേഷം പ്ലേ ആകണം, എക്കോ തുടങ്ങണം എന്നുള്ളതാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. അത് 1 കൊടുത്തു കഴിഞ്ഞാൽ നോർമലി 1 സെക്കൻഡിന് ശേഷം ഇതിങ്ങനെ വർക്ക് ചെയ്യും. ഡികെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കോയ്ക്ക് എത്രത്തോളം ശബ്ദം ഉണ്ടാകണം, എക്കോയ്ക്ക് എത്രത്തോളം ശബ്ദം ഉണ്ടാകണമെന്ന് കരുതി നമ്മൾ എക്കോ ആ ഒരു ഡികെ ഫാക്ടർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹൗളിങ് വരുന്നത് പോലെ അങ്ങ് ഭയങ്കരമായിട്ട് ശബ്ദം വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം പരമാവധി ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് 0.2, 0.2 എന്നുള്ളതാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ 0.3, പിന്നെ നമ്മളുടെ പാട്ടൊക്കെ പാടുന്നവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ പാട്ടിൻ്റെ ഇതിനനുസരിച്ച് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. എത്രത്തോളം ഭംഗിയാകുമോ അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് മാറ്റിയും മറിച്ചും കൊടുക്കും. ഡികെ ഫാക്ടറും അതുപോലെ തന്നെ ഡിലേ ടൈമും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുത്ത് പല തവണ പ്രിവ്യൂ ചെയ്ത് നോക്കും. അതിനാണ് അവിടെ ഒരു പ്രിവ്യൂ ബട്ടൺ ഉള്ളത്. പ്രിവ്യൂവിൽ സ്പേസ് അടിക്കുമ്പോഴാണോ അത് കേൾക്കാൻ പറ്റിയത് നമുക്ക്? അതെ, പ്രിവ്യൂവിൽ സാർ ഈ ഡിലേ 0.0 കൊടുക്കാവില്ല, അപ്പൊ നമുക്ക് രണ്ടും ഒരുമിച്ച് കൊയർ പോലെ കേൾക്കാൻ പറ്റത്തില്ല അന്നേരം? ഡിലേ നമ്മൾ 0.0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിലേ ഇല്ലെന്നല്ലേ? അതെ സാർ, അപ്പൊ രണ്ട് ഒരുമിച്ച് ഇപ്പൊ ഒരു പാട്ടൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് പാടുന്ന കണക്ക് വരൂലേ അന്നേരം? അതോ അത് വർക്ക് ആവത്തില്ലേ? എടാ, നമ്മൾ ഒരു ഫയൽ സെലക്ട് ചെയ്തു, അതിന് ശേഷം നമ്മൾ പറയുവാണ് ഡിലേ നമുക്ക് 0.1 അല്ലെങ്കിൽ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവിടെ ഡിലേ വരത്തുള്ളൂ. 0.0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലെന്നല്ലേ അർത്ഥം. നമ്മുടെ കയ്യിൽ ചോദിച്ചതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ ഇവിടെ ഒഡാസിറ്റിയിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് എവിടെയാണോ ഇത് കേൾക്കേണ്ടത്, രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന പോലെ, അല്ലെങ്കിൽ ഒരാൾ തന്നെ 2 രീതിയിൽ ഇങ്ങനെ പാടുന്ന കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഏത് ഭാഗമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, താഴെ ഈ രണ്ടാമത്തെ ട്രാക്കിൽ വരുന്നു, അതേ സ്ഥലത്ത് വരുമ്പോൾ ഈ സാധനം പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഹിമ ഇപ്പൊ പറഞ്ഞ കേസിൽ വർക്കാവും. ഓക്കെ, മനസ്സിലായി. ഇതിപ്പോ നമുക്ക് എല്ലാം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യം ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ വൈഷ്ണവ് പറഞ്ഞതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒരേ ട്രാക്ക് തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ട്രാക്ക് ഇട്ടിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം പോർഷൻ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ പറഞ്ഞു പോകുന്നതിനകത്ത്. കാര്യം നമുക്കിവിടെ സെലക്ഷൻ കമാൻഡുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാര്യം അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചിങ്, അല്ലെങ്കിൽ നമുക്കൊരു ലെഫ്റ്റ് റൈറ്റ് ഒരു ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡ്യൂപ്ലിക്കേറ്റ് ട്രാക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ട്രാക്കിൽ ഒരു പൊടിക്ക് അങ്ങോട്ട് വലത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റീരിയോ എഫക്റ്റിൽ ഈ പാട്ട് കിട്ടും. ആദ്യത്തെ ട്രാക്കിനെ നമ്മൾ നോർമലി അങ്ങനെ തന്നെ വെക്കുന്നു. രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ട്രാക്കിനെ Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+2 കൊടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ സൂമിന് നോർമൽ ആക്കുന്നു. എന്നിട്ട് ചുമ്മാ റൈറ്റിലേക്ക് ഒരു ആരോ പ്രസ് ചെയ്തതിന് ശേഷം Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്ലേ കൊടുത്ത് നോക്കൂ. നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ എഫക്റ്റിൽ കിട്ടും.
അതായത് 2 പേര് പാടുന്നത് പോലെ കിട്ടും. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ട്രാക്കിനെ ലെഫ്റ്റ് അലൈൻ ചെയ്യുക, രണ്ടാമത്തെ ട്രാക്കിനെ റൈറ്റ് അലൈൻ ചെയ്യുക. അപ്പോൾ പക്കയായിട്ട് കിട്ടും, നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇടത്തും വലത്തും 2 ഇതായിട്ട് പാടുന്നത് പോലെ തോന്നും. ഇത് നമുക്ക് ഇവിടെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇവിടെ തീരില്ല. അത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിലേ എക്കോ ഓക്കെ ആയി. ഇനി ഡിലേ ഉണ്ട്, റിവർബ് ഉണ്ട്. ഡിലേയും റിവർബും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കയറി എന്താ പറയുക, ഒന്ന് ചെന്ന് ടാബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അതിനകത്ത് പ്രീസെറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രീസെറ്റ് എന്നും പറഞ്ഞിട്ട് ഡിഫോൾട്ട് പ്രീസെറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൾറെഡി പല റീവർബുകളൊക്കെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാത്റൂം, അതുപോലെ തന്നെ സ്മോൾ റൂം, ഡാർക്ക് റൂം, ബ്രൈറ്റ് റൂം, സ്മോൾ റൂം ഡാർക്ക്, സ്മോൾ റൂം ബ്രൈറ്റ്, ലാർജ് റൂം, കത്തീഡ്രൽ, ചർച്ച് ഹോള്, അങ്ങനെ പല പ്രീസെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് വലിയൊരു കത്തീഡ്രൽ പോലുള്ള വലിയൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റിവർബുകൾ, ഒരു ചർച്ചിനകത്തുണ്ടാകുന്ന റിവർബുകൾ, ഒരു ചെറിയ റൂം ഡാർക്കായിട്ടുള്ള ഒരു ചെറിയ റൂമിലുള്ളത്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ റൂം, വലിയൊരു റൂമിൽ ഡാർക്കായിട്ടുള്ളത്, വലിയൊരു റൂം ബ്രൈറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ പല രീതിയിൽ പ്രീസെറ്റുകൾ ഇവിടെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കാവോ വൈഷ്ണവേ അത്? ഓക്കെ. Tarsan Chapter 2. Pause button. Plugin Manager P. Special sub. Distortion delay and reverb sub. Delay D. Reverb R. Reverb dialog. Room size. ഇപ്പൊ ഇവിടെ നമ്മൾ ഡിലേയിൽ വന്നിട്ട് ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ Preset settings button. പ്രീസെറ്റ് സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട് അല്ലേ? Apply button Alt plus. അപ്ലൈ ഉണ്ട്. നമുക്ക് പ്രീസെറ്റ് സെറ്റിംഗ്സിലോട്ട് പോകാം. Presets press context menu. അവിടെ ഒരു കോണ്ടാക്ട്സ് മെനു വരും. ഇവിടെ ഡൗൺ വരെ കൊടുത്തു കഴിഞ്ഞാൽ User presets unavailable. യൂസർ പ്രീസെറ്റ്, അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കുറെ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ യൂസർ പ്രീസെറ്റ്സ് ഇവിടെ കിട്ടും. നമ്മൾ സേവ് ചെയ്ത പ്രീസെറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. Save preset S. കേട്ടോ, ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സാധനം നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ പ്രീസെറ്റ്സിൽ ഇപ്പൊ അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ അപ്ലൈ ആയി. Delete preset unavailable D. ഡിലീറ്റ് Factory presets sub menu left. നമുക്ക് ഇതിനകത്താണ് പോകേണ്ടത്. ഫാക്ടറി പ്രീസെറ്റ്. ജസ്റ്റ് ഈ കോണ്ടാക്ട്സ് മെനു വന്നു കഴിഞ്ഞാൽ F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിലോട്ട് വരും. ഇവിടെ Defaults D. നോക്കാം. ഇവിടെ ഡിഫോൾട്ട്സ് ഉണ്ട്. Acoustic A. അക്കൂസ്റ്റിക്, Ambience A. Artificial A. ആർട്ടിഫിഷ്യൽ, Clean C. ക്ലീൻ, Modern M. മോഡേൺ, Vocal IV. Vocal 2V. വോക്കൽ, Dance vocal D. ഡാൻസ് വോക്കൽ, Modern vocal M. Voice tail V. Bathroom B. ബാത്റൂം ഉണ്ട്, Small room bright S. സ്മോൾ റൂം റൈറ്റ്. Small room dark S. ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രീവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാനിവിടെ Medium room M. മീഡിയം റൂം കൊടുക്കുകയാണ്, എൻ്റർ ചെയ്യുന്നു. Reverb dialog. Preset settings button. ഇവിടെ ഷിഫ്റ്റ് ടാബ് ചെയ്ത് പ്രീവ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ഓൾട്ട് P പ്രസ് ചെയ്താലും മതി. Apply button Alt plus A. Cancel button Alt plus C. Preview button Alt plus P. Rest. പ്രസിദ്ധ സാഹിത്യകാരൻ എഡ്ഗാർ റൈസ് ബറോസ് രചിച്ച നോവൽ 50%. ടാർസൻ 66%. ഭാഗം 9. Reverb dialog. അല്ലേ? അപ്പൊ അത് ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു ഇതേപോലെ തന്നെ മീഡിയം റൂമിനകത്ത് എങ്ങനെയാണോ റിവർബ് വരുന്നത്, ഒരു റൂമിനകത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും, അതാണ് ഒരു മീഡിയം റൂമിനകത്ത് എങ്ങനെ വരും. ഒരു ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്രൈറ്റ് റൂമിലും ഡാർക്ക് റൂമിലും നിൽക്കുമ്പോഴും സൗണ്ട് ഒരുപോലെയല്ലേ എഫക്ട് വരുന്നത്? അത് എനിക്ക് മനസ്സിലായില്ല. ഇതിവിടെ ഡിഫോൾട്ട് ഫാക്ടറി റീസെറ്റിൽ നമ്മൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഡാർക്ക് റൂം, അതുപോലെ തന്നെ ബ്രൈറ്റ് റൂം. അത് എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളത് കൊണ്ടാണല്ലോ അവർ അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ വരുന്ന ഇതിലും, അതുപോലെ ഇപ്പൊ ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇരുണ്ടതാണോ അതോ കുറച്ചുകൂടെ മറ്റ് കാര്യങ്ങളെ വെച്ചിട്ടാണോ ഡാർക്ക് ആയിട്ട് തോന്നുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് റൂം ആണെന്നും ബ്രൈറ്റ് റൂം ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന് എന്തെങ്കിലും ഒരു റിവർബിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, എന്താണ് ആ വ്യത്യാസം എന്നുള്ളത്. നമ്മൾ സാധാരണ ഇതിപ്പോ ഡിഫോൾട്ട് ആയിട്ട് അവിടെ പ്രീസെറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്, നമ്മൾ ഇതൊന്നും സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറില്ല. കാരണം ഇപ്പോ നോർമലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്, നമുക്കിപ്പോ
ഒരു നാടകം എഡിറ്റ് ചെയ്യുന്ന ഒരു ഒഡാസിറ്റി എഡിറ്ററാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കോണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ റൂമിനകത്ത് സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ആ റൂമിനകത്ത് സംസാരിക്കുന്ന എല്ലാ സൗണ്ടിനും നമ്മൾ ഈ റിവർബ് കൊടുക്കും. ഒരു റൂം, ആ റൂം നമ്മൾ വിചാരിക്കുവാണ് ഇതൊരു വലിയ റൂമാണ് അല്ലെങ്കിൽ ചെറിയ റൂമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഒരാൾ കുളിക്കുന്ന ഒരാളെ പുറത്ത് നിന്ന് ഒരാൾ വിളിക്കുന്നു, പുറത്ത് റൂമിനകത്ത് നിന്നുണ്ട്. ഇപ്പോൾ ഭാര്യ പുറത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നു, അകത്ത് ഭർത്താവ് കുളിക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു നാടകം, സാധാരണ നമ്മൾ ബ്ലൈൻഡിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ നാടകം എഡിറ്റ് ചെയ്യാറുണ്ട്, നാടകമൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇത്രത്തോളം അങ്ങോട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ റൂമിനകത്ത് നിന്നിട്ട് ഭാര്യ ഭർത്താവിനെ വിളിക്കുക, ചേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ചേട്ടനകത്ത് നിന്ന് ബാത്റൂമിനകത്ത് നിന്നിട്ട് വിളി കേൾക്കണ്ടേ? ചേട്ടൻ കുളിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്നും പറയുന്നില്ല, പക്ഷേ സൗണ്ടിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സൗണ്ടിന് വ്യത്യാസം കൊടുക്കുന്നത്. അവിടെ നമ്മൾ ബാത്റൂമിൽ നിൽക്കുന്ന ഒരാൾ എന്തോ എന്ന് വിളി കേൾക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞോ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടിന് നമ്മൾ ബാത്റൂം റിവർബ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഭാര്യയുടെ ആ ഒരു സൗണ്ടിന് നമ്മളൊരു റൂം, ഒരു നോർമൽ റൂമിൻ്റെ ഒരു സൗണ്ടിന് റിവർബ് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി അതിനെന്തായിട്ട് വരും, അതിനൊരു റിയലിസ്റ്റിക് തോന്നും നമുക്ക്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിൽ രണ്ടും ഒരേ റൂമല്ലേ, ഡാർക്ക് ആണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും ഒരേ ഇതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേട്ട് നോക്കിയിട്ട് അതിന് വളരെ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ അങ്ങനെ അത്രത്തോളം ഡീപ്പായിട്ട് നമ്മളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇവിടെ ഓപ്ഷൻസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹലോ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇനിയുള്ളത് എക്കോ കഴിഞ്ഞു, റിവർബ് കഴിഞ്ഞു, ഡിലേയും എക്കോയും ഏകദേശമൊക്കെ ഒരേ ആൾക്കാരൊക്കെ തന്നെയാണ്. അവിടെ ചെറിയൊരു മാറ്റം വരുന്നേ ഉള്ളൂ. അതപ്പോൾ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുമല്ലോ. കാര്യം നമുക്ക് സമയം കുറവായത് കൊണ്ട് നിങ്ങളൊന്ന് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഡിലേ ഒന്ന് പോയിട്ട്, ഡിലേയിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഓപ്ഷൻസും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അവിടെ വരുന്ന വ്യത്യാസം, അവിടെ വരുന്ന വ്യത്യാസത്തിൽ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള സൗണ്ടിന് എന്തൊക്കെ വ്യത്യാസം, ഓരോ ഓപ്ഷനും മാറ്റുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് ടൈം പോയി. നമുക്കിനി വിനോയുടെ ബാലൻസ് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി എക്സ്പോർട്ട് ചെയ്യുന്ന അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്ത ഫയൽ എല്ലാം കഴിയുമ്പോഴത്തേക്കും എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ MP3 ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് MP3 സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫോൾഡർ ഡയറക്ടറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഫയലിലേക്ക് എക്സ്പോർട്ടായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി വിനോയുടെ ഇതിലോട്ട് പോകാം. നമുക്ക് ഇത്തിരി സമയം ഒരുപാടായില്ലേ? 9 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് വളരെ സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വിനോയുടെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ആകപ്പാടെ വിനോയുടെ കണ്ടത് നോയ്സ് സപ്രഷൻ മാത്രമാണ്. ഇനി വിനോയിൽ നമുക്ക് 2-3 നമുക്ക് കരോക്കെ പാട്ട് പാടുന്ന ആൾക്കാർക്ക് കുറച്ച്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കുറച്ച് ആൾക്കാർക്ക്, വിനോ വെച്ചിട്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഉപകാരമുണ്ട്. പക്ഷെ അതിപ്പോൾ നിലവിൽ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നറിയില്ല, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ വൈഷ്ണവേ, എടാ നീ ആ പാട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യാവോ, ഇത് മാറ്റിയിട്ട്? Tarsan Chap. Select all. Undo. Desktop list. Audacity 7 of 20. NVDA 13 of 25. Nerveta Minovala 3 of 20. Copy. Tarsan Chap. Pasted. Track view table. 1 Nerveta. അപ്പോൾ പാട്ട് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു, ഓഡാസിറ്റി ഓപ്പൺ ചെയ്തു, പാട്ട് സെലക്ട് ചെയ്തു, കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പണ്ട് നമുക്ക് ഓഡാസിറ്റിയുടെ അകത്ത് നമുക്ക് കരോക്കെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ വിനോ വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഓഡാസിറ്റിയുടെ അകത്ത് ഒരു കരോക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, നമുക്ക് കരോക്കെ വിനോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാം. നമ്മുടെ ആ പാട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ ചെറിയ ഒരു പോർഷൻ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, വളരെ ചെറിയൊരു പോർഷനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം ഇത് ഓഡാസിറ്റിയുടെ അകത്ത് വിനോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഓഫ്ലൈനായിട്ട് കിട്ടുന്നതാണ്, ഓൺലൈൻ അല്ല. അതുകൊണ്ട് ടൈം എടുക്കും, നമ്മുടെ CPU പവറിനനുസരിച്ച് സമയം എടുക്കുന്നത് കൊണ്ട് ചെറിയൊരു പോർഷൻ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ.
നമുക്ക് കരോക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റേ ഡ്രംസ് വായിക്കുന്ന ഒരാളിന് ഡ്രംസ് ഒരു പാട്ടിനനുസരിച്ച് ഡ്രംസ് പ്ലേ ചെയ്യണം. എന്നാൽ ഡ്രംസ് അവിടെ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റും. പകരം ഡ്രംസിൻ്റെ അത്രയും പോർഷൻ കളഞ്ഞിട്ട് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് അങ്ങനെ അടിച്ചു പോകുന്ന ഒരു സെറ്റപ്പിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് കരോക്കെ പോലുള്ള ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വിനോ എന്ന് പറയുന്ന ഈ ഒരു AI ടൂള് നമുക്ക് ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട പാട്ട് ഏതാണോ, ഇപ്പോൾ കരോക്കെ ക്രിയേറ്റ് ചെയ്യണം, ഒരു പാട്ട് പാടുന്ന ഒരാളാണ്, അതിനകത്തുനിന്ന് നമ്മുടെ വോക്കൽ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട സംഭവം, നമ്മൾ ആ പാട്ട് അതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വൈഷ്ണവ് അതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വോക്കൽ കളയണമെന്നുണ്ടെങ്കിൽ നേരെ വിനോ എന്ന് പറയുന്ന ആ ഒരു ഫയൽ കൺട്രോൾ കൊടുത്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇഫക്റ്റ് മെനുവിൽ പോയിട്ട് Alt+C അടിച്ച് ഇഫക്റ്റ് മെനുവിൽ പോകുന്നു. അതിനുശേഷം വിനോയിൽ പോകുന്നു. വിനോ എന്ന് പറയുന്ന സബ് മെനുവിൽ പോയിട്ട് എന്തുവാണ് മ്യൂസിക് സെപ്പറേഷൻ എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മ്യൂസിക് സെപ്പറേഷനിൽ എൻ്റർ ചെയ്യുന്നു. അവിടെ നമുക്ക് 2 ഓപ്ഷൻ കിട്ടും. ഒന്ന് രണ്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കും വോക്കലും എന്ന രീതിയിലും കിട്ടും. അതുപോലെ തന്നെ മ്യൂസിക് വോക്കൽ ഒരെണ്ണം, അതുപോലെ ബേസ് എന്ന് പറയുന്ന ഒരെണ്ണം, അതുപോലെ ഡ്രംസ് എന്ന് പറയുന്ന ഒരെണ്ണം, പിന്നെ അതർ മ്യൂസിക് എന്ന് പറയുന്ന മറ്റൊരു ഇത്. അങ്ങനെ ഒരു 4 രീതിയിൽ വേറെയും കിട്ടും. വൈഷ്ണവ് ഒന്ന് കാണിച്ചു കൊടുക്കാവോ അവനെ? ഞാൻ ആദ്യം പാട്ടൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നമ്മളിത് കരോക്കെ ആദ്യം നമുക്ക് കരോക്കെ നോക്കാം. കരോക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് പാട്ട് കേട്ട് നോക്കാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ഫയലാണ്. നമുക്കിവിടെ നിങ്ങളുടെ ഇപ്പം ജോണേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ CPU പവർ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. Select all. അതിനുശേഷം വിനോ സബ് മെനുവിലോട്ട് പോകാം. Plugin OpenVino AI Effects submenu O. OpenVino Music Generation O. ഫസ്റ്റ് ഓപ്ഷൻ മ്യൂസിക് ജനറേഷൻ ആണ്. OpenVino Music Separation O. ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എൻ്റർ ചെയ്യുക. OpenVino Music Separation Dialog. Separation Mode. Combo Box. 2 stem Instrumental Vocals Collapsed. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺ ആരോ 4 കൊടുക്കാം. stem Drums, Bass, Vocals, Others. 4 സ്റ്റെം ഡ്രംസ്, വോക്കൽസ്, അതേഴ്സ് എല്ലാം ഇത് സെപ്പറേറ്റ് ഓരോ ട്രാക്കായിട്ട് നമുക്ക് കിട്ടും. 2 stem Instrumental Vocals. ഞാൻ ആദ്യത്തത് കൊടുക്കുന്നു, ടാബ് ചെയ്യുന്നു. Grouping. OpenVino Inference Device. Combo Box CPU Collapsed. ഇത് മാറ്റേണ്ടതില്ല, CPU ആണ്. Device Details Button. Advanced Options Checkbox Not Checked Alt+A. Cancel Button Alt+C. Apply Button Alt+A. നമുക്ക് അപ്ലൈ കൊടുത്തു നോക്കാം. Nervedominal Val unavailable. ഓക്കെ, അവിടെ അൺഅവൈലബിൾ എന്ന് പറഞ്ഞു, അത് അപ്ലൈ കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷനാണ് കിട്ടിയത്. 2 സ്റ്റെമ്മും ഉണ്ട്, 4 സ്റ്റെമ്മും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റെം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്, വോക്കൽസും അതുപോലെ തന്നെ മ്യൂസിക്കുമാണ്. 2 സ്റ്റെമ്മായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മ്യൂസിക്, ഒന്ന് വോക്കൽ. ഇനി 4 സ്റ്റെം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഡ്രംസ്, ബേസ്, മ്യൂസിക്, വോക്കൽ. മീൻസ് അതർ മ്യൂസിക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് എന്ന് പറയുന്ന ബേസ് ആയിട്ട് വരുന്ന സൗണ്ട് ഒരു ഇതിൽ, ഡ്രംസ് ആയിട്ട് വരുന്ന ഭാഗം വേറൊന്നിൽ. Track view table. 1 Nervedominal. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് നമ്മുടെ വോക്കല്, പിന്നെ അതർ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസും അതുപോലെ ഡ്രംസും വോക്കലും അല്ലാത്ത അതർ മ്യൂസിക്കുകളെല്ലാം കൂടെ ഒറ്റ ഒരു ട്രാക്കിലായിട്ട്, അങ്ങനെ 4 ട്രാക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും, ഇപ്പോൾ 2 സ്റ്റെം സെലക്ട് ചെയ്താലും 4 സ്റ്റെം സെലക്ട് ചെയ്താലും നമ്മൾ ആദ്യം കൊടുക്കുന്ന മെയിൻ ട്രാക്ക് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക മിന്നൽ വള എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ മെയിൻ ട്രാക്ക് ഒന്നാമത് അവിടെ കിടപ്പുണ്ടാവും. അതിനുശേഷം താഴത്തോട്ടാണ് നമുക്ക് ഈ മിന്നൽ വളയുടെ മ്യൂസിക്. ഇപ്പോൾ 2 സ്റ്റെമ്മാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ വൈഷ്ണവ് സെലക്ട് ചെയ്ത് 2 സ്റ്റെം എന്നുള്ളതാണ്. അതായത് കരോക്കെ ആയിട്ട് വോക്കൽ വേറെ വരണം, അതുപോലെ തന്നെ നമ്മളുടെ മ്യൂസിക് വേറെ വരണം. കംപ്ലീറ്റ് മ്യൂസിക് ഒരു ട്രാക്കായിട്ടും നമ്മുടെ വോക്കൽ വേറെ ആയിട്ടും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മൊത്തം
എത്ര ട്രാക്ക് കിട്ടും? 3 ട്രാക്ക് കിട്ടും. വൈഷ്ണവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എത്ര ട്രാക്ക് ഉണ്ടെന്ന്. 2 Nerveta Minal Vala instrumental selected. 3 Nerveta Minal Vala vocal selected row. ലാസ്റ്റ് പറഞ്ഞത് നരിവേട്ട മിന്നൽ വോക്കൽസ് മാത്രമായിട്ട് ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. 2 Nerveta Minal Vala instrumental selected row. ഇൻസ്ട്രുമെന്റിൽ രണ്ടാമത്തെ ട്രാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. 1 Nerveta Minal Vala selected row. ഇതാണ് നമ്മുടെ മെയിൻ ട്രാക്ക്. ഇങ്ങനെ 3 ട്രാക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്ത ട്രാക്ക് നമ്മൾ ഏത് ട്രാക്കാണോ നമ്മൾ ഇത് ചെയ്യാൻ കൊടുത്തത്, അപ്പോൾ നമുക്ക് മൊത്തം നമ്മൾ കൊടുത്ത ട്രാക്ക് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഫസ്റ്റ് ട്രാക്ക്, രണ്ടാമത്തെ ട്രാക്കായിട്ട് വന്നേക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രുമെന്റിലും, മൂന്നാമത്തെ ട്രാക്കായിട്ട് വന്നിട്ടുള്ളത് വോക്കലുമാണ്. ഇനി ആദ്യത്തെ ട്രാക്ക് മ്യൂസിക് ഒഴിച്ചിട്ട് നമ്മുടെ വോക്കലും ഒറിജിനലും കൂടെ ഒന്ന് മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറ്റൊന്ന് പ്ലേ ചെയ്ത് വൈഷ്ണവേ. Select all. 2 Nerveta Minal Vala. 1 Nerveta Minal Vala. 1 Nerveta Minal Vala muted selected row. 2 Nerveta Min. 3 Nerveta Minal. 3 Nerveta Minal Vala vocal. 2 Nerveta. കണ്ടോ എങ്ങനെയുണ്ട്? നമുക്ക് പണ്ട് നമ്മൾ ഒഡാസിറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മെനക്കേടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിനോ വന്നതോടുകൂടെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ പറയുന്ന കരോക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴിയായി. ഒന്നും വലിയ സാമ്പത്തിക ഇതൊന്നുമില്ല. നമ്മൾ ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്യേണ്ട, നമുക്ക് വേണ്ട പാട്ട് എടുക്കുന്നു, ഒഡാസിറ്റിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. വിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിക്കും കരോക്കെ ആയിട്ടുള്ള 2 സ്റ്റെം കൊടുത്തുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നു. പക്ഷെ അവിടെയും ചെറിയ പരിമിതികളുണ്ട്. ചില മറ്റേ ഹമ്മിങ്ങുകൾ അല്ലെങ്കിൽ കോറസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വോക്കലായിട്ട് അങ്ങ് പോകും. അതൊക്കെ കുറച്ച് എഡിറ്റിംഗ് അറിയാവുന്നവരാണെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഈ കരോക്കെ ഇത് വരുന്ന ഭാഗം നമ്മൾ നിലനിർത്തി കഴിഞ്ഞിട്ട് ഒരു MP3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഉപകാരപ്പെടും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ 4 സ്റ്റെം 4 സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ സെയിം, വ്യത്യാസമൊന്നുമില്ല. ഈ പറയുന്ന മ്യൂസിക്കിൽ നമ്മുടെ വോക്കലായിട്ട് തന്നെ വരും. ബാക്കി മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ എന്ന് പറയുന്ന ആ ഒരു ട്രാക്കിനെ 3ആയിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്യും. മീൻസ് ഒന്ന് ബേസ് ആയിട്ടും, ഒന്ന് ഡ്രംസ് ആയിട്ടും, പിന്നൊന്ന് അതർ മ്യൂസിക് എന്ന് പറയുന്ന മറ്റ് മ്യൂസിക് 4 ട്രാക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അത് കാണിക്കണോ? ഹലോ, മ്യൂട്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഒന്ന് പറഞ്ഞാൽ മതി. മ്യൂട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് യു. ഏത് ട്രാക്കാണോ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യേണ്ടത് ആ ട്രാക്ക് ജസ്റ്റ് പോയി ഫോക്കസ് ചെയ്യുക, ഷിഫ്റ്റ് യു കൊടുത്താൽ മതി. ഇത് വിൻഡോസിന്റെ കീ സ്റ്റോക്ക് ആണ്. ഇത് നമ്മളുടെ ലിനക്സിൽ അത് തന്നെയാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും മാറ്റം വരാൻ സാധ്യതയില്ല. കാര്യം സെയിം അല്ലേ? ഷിഫ്റ്റ് യു തന്നെയാണ്. ആണ്. നമുക്ക് ഒരു ട്രാക്ക് കംപ്ലീറ്റ്ലി നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മ്യൂട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എല്ലാം ആണ്, സൈലന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ഉബുണ്ടുവിനകത്തെ ഈ വോക്കൽ ആൻഡ് ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്, പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വോക്കൽ ആൻഡ് ഐസൊലേഷൻ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്താൽ ഇത്ര എഫക്റ്റീവായിട്ട് കിട്ടില്ല. അത് അത്രയും കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത്രയും മെനക്കേടില്ല. നമ്മളിപ്പോൾ വളഞ്ഞ് മൂക്കി പിടിച്ചോണ്ടിരുന്ന നമ്മളിപ്പോൾ നേരെ മൂക്കി പിടിക്കുന്നു എന്നുള്ളതിന് തുല്യമാണിപ്പോൾ. മനസ്സിലായോ? പണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ സൈലൻസ് കുറച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കരോക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം പുതിയ ട്രാക്കുകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കരോക്കെ കിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2, 3, 4 ട്രാക്കൊക്കെ വെച്ചിട്ടാണ് പാട്ട് ഇറക്കി വിടുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് കരോക്കെ ആയിട്ട് കിട്ടില്ല. പലയിടത്തും വോക്കൽ കയറി വരും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വോക്കൽ, ഈ വിനോ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് വോക്കലായിട്ട് മനുഷ്യൻ്റെ ശബ്ദം വരുന്ന എല്ലാ ഭാഗവും പുള്ളിക്കാരനെടുത്ത് ഇങ്ങോട്ട് മാറ്റിത്തരും. പക്ഷേ അവിടെ വരുന്ന സംഭവം നമുക്ക് കോറസ് വരുന്ന സ്ഥലം നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ട്രാക്കും ഒരുമിച്ച് നിർത്തുക. എന്നിട്ട് മെയിൻ വോക്കൽ വരുന്ന ഭാഗം മൊത്തം
കൺട്രോൾ എല്ല് കൊടുത്ത് ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഇട്ട് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എല്ല് കൊടുത്ത് സൈലൻറ്റ് ചെയ്യുക. കോറസ് വരുന്ന ഭാഗം നിലനിർത്തുക. അതിനുശേഷം ഈ 2 ട്രാക്കും കൂടെ മെർജ് ചെയ്തിട്ട് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ വിനോയുടെ സ്പെല്ലിംഗ് എന്ന് പറയാം, നമുക്ക് ഈ പ്ലഗിന് പോയിട്ട് നോക്കാമല്ലോ ഉബുണ്ടുവിന്റെ. ഒന്നുമില്ല, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ audacity.plugins.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ AI പ്ലഗിൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് വിനോയാണ്, VINO. ഓക്കെ. ഇത് ഇന്റൽ കോർപ്പറേഷൻ്റെ, നമ്മുടെ ഇന്റലിൻ്റെതാണ്. സത്യം പറഞ്ഞാൽ അഡോബ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാര്യം കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് ഓൺലൈനിൽ നമുക്ക് സൗണ്ട് പക്കയാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് അഡോബി പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ നിലവിൽ എൻ്റെ സിസ്റ്റം കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാതെ വന്നത്. കാര്യം നമ്മളൊരു വളരെ നോയ്സായിട്ടുള്ള ഇത് കുറച്ചും കൂടെ നല്ല പക്ക സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ് മറ്റേ ഈ പറയുന്ന അഡോബി പോഡ്കാസ്റ്റ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓൺലൈനിൽ കയറിയിട്ട്. പക്ഷേ അതേ സെയിം സാധനം അഡോബി പോഡ്കാസ്റ്റ് ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിനോയായിട്ട് അതിൻ്റെ ഫസ്റ്റ് AI വെർഷനാണ് നമുക്കിവിടെ ഒഡാസിറ്റിയിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. പറഞ്ഞോനെ. മറ്റേ വോക്കല് റിമൂവ്, അതായത് കോറസ് നിലനിർത്തിക്കൊണ്ട് വോക്കല്, അത് ആ ഒരു പ്രോസസ്സിന്റെ അതൊന്നുകൂടെ ഒന്ന് പറയുമോ? ഒന്നുമില്ല, നമ്മളിപ്പോൾ വേണ്ട പാട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ A കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം വിനോ എന്ന് പറയുന്ന ആ സബ് മെനുവിൽ പോയിട്ട് മ്യൂസിക് സെപ്പറേഷൻ എന്നുള്ള പറയുന്ന സെലക്ട് ചെയ്യുന്നു. അവിടുന്ന് 2 സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്ത് ടാബ് ചെയ്ത് അപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ മെയിൻ ട്രാക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, മെയിൻ ട്രാക്ക് അവിടെ തന്നെ ഉണ്ടാകും. രണ്ടാമത്തെ ട്രാക്ക് ഇൻസ്ട്രുമെൻ്റലായിരിക്കും. മൂന്നാമത്തെ ട്രാക്ക് വോക്കലായിരിക്കും. നമുക്ക് വേണ്ടത് മറ്റേ മെയിൻ ട്രാക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ. ബാക്കി രണ്ടും എൻ്റർ അടിച്ച് ഡീസെലക്ട് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ട്രാക്ക്, നമ്മുടെ പാട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന ട്രാക്ക് അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. Alt+T+V ട്രാക്സ് മെനുവിൽ പോയിട്ട് റിമൂവ് V എന്നുള്ളതിൽ സെലക്ട് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ട്രാക്ക് റിമൂവ് ആകും. ബാക്കിയുള്ളത് 2 ട്രാക്ക്, ഒന്ന് മ്യൂസിക്, അതുപോലെ തന്നെ ഒന്ന് നമ്മളുടെ വോക്കൽ. ഇതിനകത്തുനിന്ന് മ്യൂസിക്കിൻ്റെ ഭാഗം നമ്മൾ എൻ്റർ അടിച്ച് ഡീസെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വോക്കലിൻ്റെ ഭാഗം നമ്മൾ എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് പാടുന്ന ഭാഗം മാത്രം നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഇട്ട് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ L കൊടുത്ത് പോകുന്നു. കോറസ് വരുന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, അത് അവിടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പാട്ട് പാടുന്ന ഭാഗം മാത്രം ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ഇട്ട് സെലക്ട് ചെയ്ത് കൺട്രോൾ L കൊടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ 2 ട്രാക്കും കൂടെ കൺട്രോൾ A കൊടുക്കുന്നു, മെർജ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ആംപ്ലിഫൈ ചെയ്ത് പക്കയാക്കിയതിന് ശേഷം നമ്മൾ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ. ഇനി നമുക്കിവിടെ 2 ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ പറയുന്ന വിനോയിൽ നമ്മളിപ്പോൾ 2 ഓപ്ഷൻ കണ്ടു. ഒന്ന് നോയ്സ് സെപ്പറേഷൻ കണ്ടു, ഒന്ന് വോക്കൽ നമ്മളുടെ ഈ പറയുന്ന മ്യൂസിക് സെപ്പറേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടു. ഇനി നമുക്ക് അവിടെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ കൂടെ, 2 ഓപ്ഷൻ കൂടെ ഇല്ലേ? ഒന്ന് മ്യൂസിക് ജനറേഷൻ ഉണ്ട്, 2 വിസ്പർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ മ്യൂസിക് ജനറേഷനൊക്കെ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയില്ല. അത് കാണിക്കാൻ നിന്നാലും നമുക്ക് അത്രത്തോളം ഇഫക്റ്റീവ് അല്ല. കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ അവസാന പോർഷൻ ഇവർ അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. മീൻസ് നമ്മളിപ്പോൾ ഒരു പാട്ട് കൊടുത്തു, നമ്മൾ എന്നിട്ട് സെലക്ട് ചെയ്യുന്ന പോർഷൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് അതുപോലത്തെ തന്നെ ഒരു മ്യൂസിക്, സെയിം എന്ന് പറയാൻ പറ്റില്ല, അത് മറ്റൊരു എന്താ പറയുക, നമ്മുടെ മറ്റേ ഇന്ത്യൻ സ്റ്റൈലല്ല, യൂറോപ്യൻ സ്റ്റൈൽ, മറ്റേ ജാസ്, ഡ്രംസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിക്, അതുപോലെ ഏകദേശമൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് അവർ ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇതാണ് മ്യൂസിക് ജനറേഷൻ, നമ്മുടെ പാട്ടിന് പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു മ്യൂസിക് ജനറേഷൻ. പക്ഷേ അത് ഭയങ്കര ഹെവി ടൈമിങ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. 10 സെക്കൻഡുള്ള ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും. നമ്മുടെ CPU അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ചിപ്പിൻ്റെ പവർ പോലെ ഇരിക്കും.
അപ്പോൾ മ്യൂസിക് ജനറേഷൻ കൊണ്ട് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് നമുക്ക് ഉപയോഗപ്രദമാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ വിസ്പർ ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന അല്ലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപകാരപ്രദമാണ്. പക്ഷെ നിലവിൽ അതിന് കുറച്ചും കൂടെ പണിയെടുക്കാനുണ്ട്. മീൻസ് വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഡിയോ നമ്മൾ അതിനകത്തോട്ട് കൊടുത്തു. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ മറ്റേ ആ ടാർസൻ്റെ ഒരു ഓഡിയോ വൈഷ്ണവ് അതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തു, പ്ലേ ചെയ്തു. നമുക്കിതൊരു ടെക്സ്റ്റ് കണ്ടൻ്റായിട്ട് കിട്ടണം, മലയാളത്തിൽ തന്നെ ഒരു ടെക്സ്റ്റ് കണ്ടൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിനോയുടെ വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്കത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കൊരു ടെക്സ്റ്റ് TXT ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. അത് ചെയ്യേണ്ട രീതി ഞാനൊന്ന് പറഞ്ഞു തരാം. അത് വൈഷ്ണവ് ഒന്ന് ചെയ്തു തരും. പക്ഷേ എത്രത്തോളം അത് കൃത്യമായിട്ട് കിട്ടും എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3-4 തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ്റെ ബേസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്ററാണ്, ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ ആക്യുറസി വളരെ കുറവാണ്. ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫയലിനെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ അതിൽ ലാർജ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ലാർജ് എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് എൻ്റെ സിസ്റ്റത്തിൽ നോക്കിയിട്ടും അത് ആഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അത് ആഡ് ചെയ്യാൻ പറ്റിയാലേ അത് നമുക്കത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലാർജ് എന്നുള്ള ഒരു ഓപ്ഷൻ വളരെ ആക്യുറേറ്റ് ആണെന്നാണ് നമ്മളുടെ ChatGPT ഒക്കെ പറയുന്നത്. നമുക്കത് ടെക്സ്റ്റായിട്ട് കിട്ടും. ആ ടെക്സ്റ്റ് നമുക്ക് TXT ഫയലായിട്ട് സേവ് ചെയ്യാനും ഒഡാസിറ്റി വെച്ച് പറ്റും. അത് നമ്മളുടെ ഈ പറയുന്ന ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരമാണ്. കാര്യം ഒരു ഓഡിയോ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഡാസിറ്റിയിലോട്ട് ഇട്ടതിന് ശേഷം അതിനെ നമുക്ക് ഈ പറയുന്ന ലേബലായിട്ട് മാറ്റുന്നു. അതിനുശേഷം ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമല്ലേ. അപ്പം അതിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അത് എത്രത്തോളം കൃത്യമായി വരുമെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അപ്ഡേഷൻ അനുസരിച്ചിട്ടാണ്. ആ ലാർജ് മോഡലൊക്കെ വെച്ചിട്ട് ടൈം ഒരുപാട് എടുക്കുന്ന ഒരു പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. വൈഷ്ണവേ, എടാ ആ ഒരു പാട്ട് തന്നെ മതി. നമുക്ക് ആ പാട്ട് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നീ ജസ്റ്റ് ഒന്ന് കൺട്രോൾ വിനോയുടെ അകത്ത് പോയിട്ട് ഞാൻ മറ്റേ രണ്ട് ട്രാക്കും ഡിലീറ്റ് ചെയ്താലേ അത് കളഞ്ഞു. നമ്മുടെ ഒറിജിനൽ ട്രാക്ക് മാത്രം വോക്കല് മാത്രം വെച്ചാൽ മതി. വോക്കല് മാത്രം മതി, ബാക്കിയെല്ലാം കളഞ്ഞു. മതി. Select all. Plugin Manager P. OpenVino AI Effects. OpenVino Music. OpenVino Whisper Transcription O. Okay, Whisper Transcription. OpenVino Whisper Transcription Dialog. Grouping. OpenVino Inference Device. Combo Box CPU collapsed. Okay, Device Details button. Whisper Model. Combo Box Space collapsed. കണ്ടോ അവിടെ ഡൗൺ ആരോ അടിക്കാവോ വൈഷ്ണവ് എന്ന്? Small. Small.ntdrz. Medium. Large V1. കണ്ടോ ഇവിടെ ലാർജ് V1 ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. എനിക്കിപ്പോഴും ബേസ് മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്ഡേഷനിൽ ബേസ് മാത്രമേ ഇപ്പോഴും കിടപ്പുള്ളൂ. ഇവിടെ ലാർജ് ഉണ്ട്. നീ ലാർജ് ഒന്ന് കൊടുത്തിട്ട് ലാർജ് അവിടെ ലാർജ് V1 V2 ഒക്കെ കിടപ്പുണ്ട്. ലാർജ് V3 കൊടുത്തിട്ടുണ്ടെന്ന് ചെയ്തേ നീ. Mode combo box transcribe collapsed. ട്രാൻസ്ക്രൈബ് എന്ന് വെച്ചാൽ അത് Source language. Mode source language combo box auto collapsed. ഓട്ടോ മതി, അത് മതി, മാറ്റമൊന്നുമില്ല. Advanced options checkbox not checked Alt plus A. Cancel button Alt plus C. Apply button Alt plus A. ഓക്കെ, ഇപ്പോൾ വൈഷ്ണവിന്റെ സിസ്റ്റത്തിൽ അവനത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം unavailable. ഓക്കെ, മറ്റേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഇതിൽ ഇപ്പോഴും ബേസ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്കത് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ പഴയ ഓൾഡ് വെർഷൻ ആയതുകൊണ്ടാണ്. ഇപ്പോൾ വൈഷ്ണവ് ചെയ്തേക്കുന്നത് എല്ലാ ഫുള്ളി ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ആയതുകൊണ്ട് അവൻ ആ വിനോ ചെയ്തേക്കുന്നത് ഏതാണ്ട് 23 GB ഉണ്ട്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 23 GB ഫയലുണ്ട് ഈ പറഞ്ഞ സംഭവം. പക്ഷെ
നിങ്ങളൊന്ന് ചിന്തിക്കുക, 23 GB എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ 23 GB ഒരു പ്രാവശ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോ ലിമിറ്റേഷൻ, നമ്മളുടെ കയ്യിലുള്ള നോ ലിമിറ്റേഷൻ ഓഡിയോ ഫയൽസ് എല്ലാം നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സിംപ്ലി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ. നമ്മൾ ഒന്നിനും കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ പോകണ്ട. ഞാനിപ്പോൾ കോടതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കവിടെ മൊഴിയായിട്ട് അവർ ഓഡിയോ ഇടുമ്പോൾ ഞാനിപ്പോൾ പല വാട്സപ്പിൻ്റെ ട്രാൻസ്ക്രൈബർ അല്ലെങ്കിൽ സർവം എ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് മലയാളം കിട്ടിയിട്ട് വേണം ഞാനിത് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒന്നിൻ്റെ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ അടുത്തതിലോട്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കണം. പക്ഷെ ഒഡാസിറ്റിയുടെ അകത്ത് ഇത് വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ കണ്ടല്ലോ, ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ തന്നെ, താഴത്തെ ഫയൽ ഒന്ന് നോക്കിയാ മോനെ. കണ്ടോ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ലാർജ് V3 നോട്ട് സെലക്ടഡ്. ആദ്യത്തെ ഒന്ന് ഡീസെലക്ട് ചെയ്തേ മോനെ. Transcription large V3 label track row not selected. 2 transcription large V3 label track selected row. ഇനി അതൊന്ന് ഷിഫ്റ്റ് ഹോം അടിച്ച് ഷിഫ്റ്റിന്റെ കൊടുത്ത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തു. ഓക്കെ. ഇനി ഓൾട്ട് F ഫയൽ മെനുയുടെ അകത്ത് പോയിട്ട് നമ്മളുടെ എക്സ്പോർട്ട് അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് അതർ എന്ന് പറയുന്നത്, എക്സ്പോർട്ട് അല്ല, എക്സ്പോർട്ട് അതർ എന്ന് പറയുന്ന ഒരു സബ് മെനു ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ലേബൽ, അതൊന്ന് നോക്കിയാൽ മനെ. New control plus open recent open from save project save to update export audio export other sub menu R export labels L. കണ്ടോ എക്സ്പോർട്ട് ലേബിൾസ്. നമ്മളിപ്പോൾ നിലവിൽ ഇത് എൻ്റർ അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. എന്താണ് ഈ പറയുന്നത്, ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്നുള്ളത് നമുക്കറിയണ്ടേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോസ് സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ നോർമലി പറയാറുണ്ട്, നമ്മൾ നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ താഴത്ത് സബ്ടൈറ്റിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കൊറിയൻ ഭാഷ അല്ലെങ്കിൽ ചൈനീസ് പറയുമ്പോൾ താഴത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കും. അവർ പറയുന്ന അറ്റേ ടൈമിൽ ഈ സാധനം അവിടെ സബ്ടൈറ്റിൽ. ഇതേ സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഓഡിയോയുടെ അകത്ത് വോക്കലായിട്ട് വന്നിട്ടുള്ള ആ ഒരു സൗണ്ട് പ്ലേ ആകുന്ന സമയത്ത് അതേ സെയിം പോർഷനിൽ അവിടെ നമ്മളുടെ ഈ പറയുന്ന ആ ഒരു സൗണ്ടിൻ്റെ കൺവേർഷൻ എന്താണോ, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ലേബൽ എന്താണോ, അത് ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ അത് അവിടെ തെളിഞ്ഞു വരും. പക്ഷെ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, ഒരു ഓഡിയോ നമ്മളുടെ ഒരു സ്പീച്ച് കിട്ടി അല്ലെങ്കിൽ ഒരു ക്ലാസ് കിട്ടി, നമുക്കത് ടെക്സ്റ്റായിട്ട് വേണം. ഒന്നും വേണ്ട, സെലക്ട് ചെയ്യുക, നേരെ ഈ പറയുന്ന വിനോയിൽ പോവുക, ഈ പറയുന്ന വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ എടുക്കുക, അത് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് അപ്ലൈ കൊടുക്കുക. അവസാനം ഇത് അപ്ലൈ ആയി കഴിയുമ്പോൾ നമ്മളുടെ മെയിൻ ട്രാക്കിൻ്റെ താഴത്തായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഒരു ട്രാക്ക് വരും. മറ്റേത് ഡീസെലക്ട് ചെയ്യുക. ഈ രണ്ടാമത്തെ ഇത് ട്രാക്ക് സെലക്ട് ചെയ്ത് ഹോം ഷിഫ്റ്റിൻ്റെ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ പോയിട്ട് അതർ എന്ന് പറയുന്ന എക്സ്പോർട്ട് ഓപ്ഷൻ, എക്സ്പോർട്ട് എന്ന് പറയുന്ന അതർ ഓപ്ഷനിൽ പോകുന്നു. അതിൻ്റെ ഉള്ളിൽ എക്സ്പോർട്ട് ലേബൽ എന്ന് പറയുന്നതിൽ എൻ്റർ അടിക്കുന്നു. എന്തെങ്കിലും ഒരു പേര്, ഇപ്പൊ മിന്നൽ വള എന്നുള്ള ഒരു പേര് കൊടുത്തൊന്ന് സേവ് ചെയ്താണ് മോനെ. Export labels as dialog file name select min save as type combo box text files star.txt say cancel button. സേവ് ഫയൽസ് ഏത് ഫോർമാറ്റ് ആണെന്ന് ചോദിച്ചേക്കുന്ന TXT ഫയലാണ്. ഇനി സേവ് കൊടുത്താൽ മതി, ഒഡാസിറ്റിയുടെ അകത്ത് കാണും. Save in combo box Audacity collapsed alt plus toolbar up one level toolbar home button folder header control file name combo box collapsed Nerveta Minovala track view. ഓക്കെ. ഇനി നമ്മുടെ ഒഡാസിറ്റിയുടെ, അതായത് ഡോക്യുമെന്റ്സിനകത്തുള്ള ഒഡാസിറ്റി ഫയൽസിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന സെയിം പേരിൽ ഒരു TXT ഫയൽ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ചെയ്തോ Document text documents file explorer items view list. This folder is empty. Documents items view list documents row 1 column downloads column 11 desktop column documents column items view list items view list Minovala not selected 1 of 1 selected status edit available on it date modified edit file type edit text document read only type column 4 TXT ഫയൽ അവിടെ ഒരു TXT ഫയൽ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം നല്ലതായിട്ട്. Minovala.txt notepad 0.0000018.00000 18.00000
ഒന്നുകൂടെ വായിച്ചേടാ. 0.0000 tab 18 dot 00 18 കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 തായകൾ പൂത്ത് വെന്നെന്നല്ല വെന്തെന്നായിപ്പോയി. പക്ഷെ അത് ഒരു ലിമിറ്റേഷൻ ആണ്. പക്ഷെ എന്നാലും നമ്മളുടെ മലയാളം മര്യാദക്കുള്ള ഒരു ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. TXT ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ. ഇന്ന് നോക്കിയ സമയത്ത് കിട്ടിയതാണ്. പക്ഷെ വളരെ ഉപകാരപ്രദമാണ്. ഒരു ടീച്ചറിനായിട്ട് നമ്മൾ ഓഡിയോ ഫയലൊക്കെ പണ്ട് നമുക്ക് കേൾക്കാൻ കൊടുക്കുന്നതിന് പകരം നമുക്കിപ്പോൾ TXT ഫയലായിട്ട് കൊടുക്കുന്നതാണ് ഒരു പരിധി വരെയൊക്കെ എല്ലാവർക്കും എളുപ്പം. കാര്യം പാടാണല്ലോ ഓഡിയോ കേട്ട് സമയം കളയുന്നതിന് പകരം ഫോണിലും അല്ലെ മറ്റേതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വിനോയുടെ 3-4 ഓപ്ഷൻസിനകത്തുള്ള ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? നമ്മളിത് AI ബേസ്ഡ് ആയതുകൊണ്ടാണ് വിനോ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. കാര്യം അല്ലാതെ ഒഡാസിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ആവത്തില്ല. അയ്യോ, അപ്പോ ഒരു നിങ്ങൾക്ക് ഒരു മാസം പോലും പറ്റത്തില്ല മോനെ. ഇതിന്റെ സെലക്ഷൻ പഠിപ്പിച്ച് സെലക്ഷന് ഇത് കൊടുക്കുക, അതുപോലെ മെർജിങ്, അതുപോലെ മറ്റേ മിക്സിംഗ് ഒക്കെ പഠിപ്പിക്കാൻ തന്നെ നമ്മൾ ഇതൊന്നും ഒരാളുടെയും ഐഡിയ അല്ല. ഇപ്പൊ എൻ്റെ ഐഡിയ രീതിയിലല്ല മറ്റൊരാൾ ചെയ്യുന്നത്. വൈഷ്ണവ് ചെയ്യുന്ന രീതിയിലോ ഞാൻ ചെയ്യുന്ന രീതിയോ രണ്ടായിരിക്കും. മൂന്നാമതൊരാൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അത് ഓരോരുത്തരുടെയും പഠിച്ച രീതിയോ അല്ലെങ്കിൽ അവരുടെ എളുപ്പത്തിനോ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഓഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ ഒരാളുടെ ഫോക്കസിൽ ഇങ്ങനെ തന്നെ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നല്ല. അത് അപ്പോൾ അവിടെ നമ്മളുടെ ചിന്ത വെച്ചിട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് ഇതിൽ മെർജിങ് ഒക്കെ ഇപ്പോഴും AI ഉപയോഗിച്ച് പറ്റത്തില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം അല്ലേ? മെർജിങ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. AI വെച്ചിട്ട് മെർജ് ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കാര്യം ഓൾറെഡി ഇതിനകത്ത് മെർജ് ചെയ്യാനായിട്ട് ഒന്നിന്റെ പുറകിൽ ഒന്ന് കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. സാർ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുള്ള യൂട്യൂബിന്റെ സീരീസ് ഉണ്ടെന്ന് പറഞ്ഞത് അജി സാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ലിങ്ക് അയച്ചുതരാം. ശരി എന്നാ. ഓക്കെ. അതൊരു 10 ദിവസത്തെ ക്ലാസ് ആണ്. അത് ലിങ്ക് ഞാൻ അയച്ചുതരാം. അതില് ബാക്കി 9 ഫയൽ എന്തോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. 10 ദിവസത്തെ ക്ലാസ്സിൽ ഒരെണ്ണം എന്തോ മിസ്സായിട്ട് ബാക്കി എല്ലാം കിടപ്പുണ്ട്. അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. പിന്നെ ഇതെല്ലാം നമ്മളുടെ ക്രിയേഷനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു ചിത്രകാരനാണ്. ഇപ്പം ഞാനും വൈഷ്ണവ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഓരോ ചിത്രകാരന്മാരാണ്. എല്ലാവരും ഒരേ ഇതിൽ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളെല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളായിരിക്കും ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം ചിത്രകാരന്മാരാണ്. എല്ലാവരും ചിത്രകാരന്മാരാണ്. പക്ഷെ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ചിലത് നല്ല ഭംഗിയായിരിക്കും, ചിലത് ഭയങ്കര ഭംഗിയായിരിക്കും, ഇത്തിരി പക്ഷെ ഇതെല്ലാം കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് കേട്ടിട്ട് അയ്യേ ഇത് കൊള്ളത്തില്ലെന്ന് ഒരാൾ പറയുമ്പോൾ വേറൊരാൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഒരാൾക്ക് ഇഷ്ടപ്പെടാം, മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റിയാണ്. മീൻസ് ചില ആൾക്കാർ വളരെ നല്ല പഴയ മ്യൂസിക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ക്ലാസിക്കൽ മ്യൂസിക്കുകൾ ഇടും. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ DJ അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോറിൻ മ്യൂസിക്കുകൾ ചെയ്യും. വേറെ കുറച്ച് ആൾക്കാർ കുറച്ചുകൂടെ ലൈറ്റ് മ്യൂസിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് നല്ല ചെയ്യും. ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ക്ലാസിക്കലായിട്ട് ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ലൈറ്റ് മ്യൂസിക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രോതാക്കളുടെ കാര്യമാണ്. അത് കാഴ്ചപ്പാടിലാണ് പ്രശ്നം, അല്ലാതെ ചെയ്യുന്നതിലല്ല, കാഴ്ചപ്പാടില്ല. പിന്നെ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു തൃപ്തി വരിക എന്നുള്ളതാണ്. അതിനെ പരമാവധി പെർഫെക്റ്റ് ആക്കുക. മീൻസ് ഒരാൾക്കും നേരിട്ടൊരു അവിടെ ഒരു ജെർക്കിങ് വന്നു അല്ലെങ്കിൽ അവിടെ ഏതോ ഒരു കട്ടിങ് പോലെ തോന്നുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നോർമലി ചെയ്യുക. പരമാവധി എഫക്റ്റീവായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സംശയം ചോദിച്ചോട്ടെ ജോണേ? നമുക്കിപ്പോ ഒരു വീഡിയോ ഇതിൽ കിട്ടും, MP4 ഫോർമാറ്റിൽ കിട്ടുവാണെങ്കിൽ നമുക്കത് ഒഡാസിറ്റിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ?
പറ്റുമല്ലോ. പറ്റും വീഡിയോ പറ്റും. ഫയൽസ് ഏത് ഫയൽ വേണേലും നമുക്ക് MP3 ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അല്ല MP3 ആക്കണമെങ്കിൽ MP3 കൺവേർട്ടർ വേണ്ടേ? നമുക്ക് ലൈവ് വേണ്ട വേണ്ട FFmpeg എന്ന് Lime- പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒഡാസിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പണ്ട് ലൈമും ഉണ്ടായിരുന്നു, FFmpeg ഉണ്ടായിരുന്നു. ഇപ്പൊ അത് FFmpeg മാത്രമാണെന്ന് തോന്നുന്നു. ലൈം അങ്ങനെ വരുന്നില്ല. ഇപ്പൊ അത് ഓൾറെഡി Lime ഇല്ല, ഓൾറെഡി ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് MP3 നമുക്ക് ഒഡാസിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇൻബിൽട്ട് ആണ്. ലൈം അല്ല ഞാൻ ചോദിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വീഡിയോ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഒന്നും വേണ്ട. അല്ല അതാണ് കൺവേർട്ട് ചെയ്യാനാണ് FFmpeg എന്ന് പറഞ്ഞ പ്ലഗിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി ആ വീഡിയോന്റെ മുകളിൽ നിന്നുകൊണ്ട് ഓപ്പൺ വിത്ത് കൊടുക്കും, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ പോലും ഈ സാധനം ഒഡാസിറ്റിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടും. അപ്പൊ അവിടെ ഓപ്ഷൻ ഇത് വരുമായിരിക്കും അല്ലേ, ഡയലോഗ് ബോക്സ് വരുമായിരിക്കും അല്ലേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം ലിഷ, ഒരു കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു വീഡിയോ ഫയൽ നമ്മൾ കോപ്പി എടുത്തു, നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ ലിഷിന്റെ കയ്യിൽ ഒരു MP4 വീഡിയോ ഉണ്ട്. നമ്മളത് ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ട് ഒഡാസിറ്റി തുറന്ന് ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ ഈ സാധനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒഡാസിറ്റിയിൽ ഇമ്പോർട്ട് ആകും. ഒന്നും അനങ്ങാതെ അത് ഇമ്പോർട്ട് ആകും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് MP3 ആയിട്ടാണ് ഇമ്പോർട്ട് ആവുക. അല്ല നമുക്ക് MP3 മതി, വീഡിയോ വേണ്ട, ഓഡിയോ മാത്രം മതിയെങ്കില് നമുക്ക് MP3 ആയിട്ട് മാത്രമേ ഇമ്പോർട്ട് ആകത്തുള്ളൂ. MP3 ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോ ഫയലായിട്ട് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. നമുക്ക് വീഡിയോ ആയിട്ട് തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഒഡാസിറ്റിയുടെ അകത്തോട്ട് നിലവിലത്തെ ലേറ്റസ്റ്റ് ഒഡാസിറ്റിയിൽ നമുക്ക് ഈ പറയുന്ന ലൈം ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് നേരത്തെ പറഞ്ഞ ഏത് ഫയലാണോ, ഓഡിയോ ആണെങ്കിലും വീഡിയോ കോപ്പി എടുക്കുക, ആ ഫയൽ ഫോക്കസ് ചെയ്ത് കോപ്പി എടുക്കുക, ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ജോണെ ഞാനൊരു സംശയം. തിരിച്ച് അതേ ജോൺ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അപ്പൊ ജോൺ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10-15-20 മിനിറ്റുള്ള ഒരു ഡോക്യുമെന്ററി മറ്റോ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അത് നമ്മൾ ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് MP3 മാത്രമായിട്ട് എടുക്കാം എന്നാണോ പറയുന്നത്? യൂട്യൂബ് ലിങ്ക് നമുക്ക് ഒരിക്കലും അല്ലല്ല, യൂട്യൂബ് ലിങ്ക് അല്ല, ഒരു വീഡിയോ ഫയൽ. ഞാൻ യൂട്യൂബ് എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു വീഡിയോ ഫയൽ. വീഡിയോ ആയിട്ടുള്ള ഫയല് നമുക്ക് ഒഡാസിറ്റിനകത്തേക്ക് നമ്മൾ സാധാരണ ഒരു ഫയൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിലും ശരി, ഓഡിയോ ആണെങ്കിലും ശരി, നമ്മളത് ജസ്റ്റ് കോപ്പി എടുക്കുക, ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക, നേരെ MP3 ആയിട്ട്, MP3 അല്ല വേവ് ഫയലായിട്ട് അത് ഇമ്പോർട്ട് ആകും. നമുക്ക് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഷിഫ്റ്റ് കൺട്രോൾ E, അല്ലെങ്കിൽ ഫയൽ മെനുവിൽ പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആസ് എന്ന് പറയുന്ന മറ്റു രണ്ടാമത്തെ. നമുക്ക് അത്രയൊന്നും മെനക്കെടണ്ട, നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ E കൊടുത്താൽ മതി. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് MP3 ആയിട്ടോ വേവ് ഫയൽ ആയിട്ടോ ഫയൽ ഫോർമാറ്റ്, ഓഡിയോ ഫോർമാറ്റിൽ നമുക്ക് തിരിച്ച് എക്സ്പോർട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്ക് അതിനെ വീണോ വെച്ചിട്ട് ഈ വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ വഴി ടെക്സ്റ്റ് ആക്കിയിട്ടും എടുക്കാം. അയ്യോ, അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെല്ലാം ഒഡാസിറ്റിയിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം മതി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സേവ് കൊടുക്കുക. സേവ് എന്ന് പറയുന്ന കൺട്രോൾ S കൊടുത്ത്, നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മളുടെ കയ്യിലുണ്ട്, നമ്മളത് ജസ്റ്റ് കോപ്പി എടുത്തു, ഒഡാസിറ്റി തുറന്നു, പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതൊരു വേവ് ഫയലായിട്ട് നമ്മുടെ ജോൺ, അജീഷാണേ. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. അപ്പോഴേ നമുക്ക് ഈ ഒഡാസിറ്റി വെച്ച് നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് പറ്റുമല്ലോ. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഡാസിറ്റി തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അതെങ്ങനെയാ ചെയ്യുന്നത്? ഒഡാസിറ്റിയിൽ ഇപ്പൊ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ സാധാരണ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്തതിന് സാധാരണ കൺട്രോൾ R കൊടുത്ത് റെക്കോർഡ് ചെയ്താൽ മതി. കൺട്രോൾ R റെക്കോർഡിംഗ് സ്റ്റാർട്ട്, സ്റ്റോപ്പിന് കൺട്രോൾ S ആണോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ R കൊടുത്താൽ മതി, പിന്നെ അത് കഴിഞ്ഞ് ഷിഫ്റ്റ് R കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അല്ലല്ല, ഒരു റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ, പോസ് ചെയ്യുന്നത് എങ്ങനെ, സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെ? ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ ലാപ്ടോപ്പിൽ കേൾക്കുകയാണ്, ഒഡാസിറ്റി വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ R പ്രസ് ചെയ്താൽ മതി. പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P പ്രസ് ചെയ്താൽ മതി. അപ്പം
ബേസിക്കലി നമ്മൾ ജസ്റ്റ് ഓഡാസിറ്റി ഓപ്പൺ ചെയ്തിടുക, ജസ്റ്റ് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ 6 മതി, അത് കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റ് 6 കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരും. ഷിഫ്റ്റ് ആർ എന്തിനാ കൊടുക്കുന്നത്? അതങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് കൊടുത്ത് നമ്മൾ സ്പേസ് അടിച്ച് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ 6 കൊടുത്താൽ വർക്ക് ചെയ്യില്ല. 6 കൊടുത്താൽ വർക്ക് ചെയ്യും ജോണേട്ടാ, അത് സെക്കൻഡ് ട്രാക്ക് ആയിട്ട് വരും. അതെ, രണ്ടാമത്തെ ട്രാക്കിൽ വരും. അതായത് ഒന്നാമത്തെ ട്രാക്കും പ്ലേ ആകും, രണ്ടാമത്തെ ട്രാക്ക് റെക്കോർഡ് ആകുകയും ചെയ്യും. അതായത് ആദ്യത്തെ ട്രാക്കിന്റെ താഴത്തായിട്ട് രണ്ടാമത്തെ ട്രാക്ക്. ഞാൻ സിമ്പിൾ ആയിട്ട് ഓരോ ചോദിക്കാം. നമ്മൾ ജസ്റ്റ് ഈ ക്ലാസ് നടക്കുമ്പം ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൊജക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് 6 പ്രസ് ചെയ്യുന്നു, അപ്പൊ അത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നു. കുറെ നേരം കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റെക്കോർഡിംഗ് ഡിവൈസ് ഏതാന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് അതവിടെ ഡയലോഗ് ബോക്സ് വന്ന് ചോദിക്കുമോ? അത് അവിടെ ഒന്നും ചോദിക്കില്ല. കൺട്രോൾ F6 പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് അതിനകത്ത് നമുക്ക് ഓഡിയോ സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ റെക്കോർഡിംഗ് ഡിവൈസ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഇതിനകത്ത് ആയിട്ട് ഏതാണോ ഉള്ളത് അത് കാണിക്കും. അതല്ല നമ്മളിപ്പോ ഒരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ബാൻഡോ എന്തെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ അതും ഇവിടെ കാണിക്കും. ഇപ്പൊ ഏതിന്റെ മൈക്ക് നമുക്ക് സിസ്റ്റം ഡിഫോൾട്ട് ആയിട്ടുള്ളത് അത് കൊടുത്താൽ മതി. അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഇത് വെച്ചിട്ട് ഇനിയിപ്പോ മൈക്ക് കണക്ട് ചെയ്യോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ റെക്കോർഡിംഗ് ഡിവൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഈ ഒരു ക്ലാസ് നടക്കുമ്പം ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്, വൈഷ്ണവ് സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ കോളിനകത്ത് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നു. നമുക്ക് ഇത് കംപ്ലീറ്റ് വേണം, അതാണല്ലോ റെക്കോർഡിംഗ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമൽ തന്നെ മതി, മാറ്റം വരുത്തണ്ട നമ്മള്. 6 കൊടുക്കുക. സ്ക്രീൻ റീഡറിന്റെ ഇത് കിട്ടണമെങ്കിൽ അതായത് സ്ക്രീൻ റീഡറിന്റെ വോയിസും കൂടെ ഇതിനകത്ത് റെക്കോർഡിങ്ങിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ഡിവൈസ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, MME ഉണ്ട്, വസാപ്പി എന്ന് പറഞ്ഞ. അതിൽ വസാപ്പി കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ റീഡറിന്റെ വോയിസും കൂടെ കിട്ടും. MME ആകുമ്പോൾ നമ്മള് ഓഡിയോ അല്ലാത്ത ഓഡിയോസ് എന്തെങ്കിലും അതൊക്കെ ക്യാപ്ചർ ചെയ്യും. വസാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലാത്ത ഓഡിയോസും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ F6 അടിച്ച് കൊടുത്താണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസിൽ പോയാൽ മതി. കൺട്രോൾ P പ്രസ് ചെയ്തിട്ട് പ്രിഫറൻസിൽ ഡിവൈസസിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് 6 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പോസ് ചെയ്യാൻ വേണ്ടിട്ട് സ്പേസ് ബാർ കൊടുക്കുന്നത് അല്ലേ? സ്റ്റോപ്പ് ആകും. സ്റ്റോപ്പ്. അപ്പോ നേരത്തെ നമ്മള് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ആർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻഡിലോട്ട് വീണ്ടും സ്റ്റാർട്ട് ആവും. ഇത് അവസാനം ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മള് സാധാരണ എങ്ങനെയാണോ സേവ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ സാധാരണ സേവ് പഠിച്ചേക്കുന്നത് അതുപോലെ തന്നെയാണ് സേവിങ് എല്ലാം. വ്യത്യാസം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം ഇതിപ്പോ റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ആവത്തില്ലല്ലോ, നമ്മുടെ ഓഡിയോ മാത്രമല്ല റെക്കോർഡ് ആവത്തുള്ളൂ. അതെ അതെ. ഈ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, അവിടെ വീഡിയോ എഡിറ്റിംഗ് ഇല്ല. അവിടെ സ്ക്രീൻ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ ആയില്ലേ. സ്ക്രീൻ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോ വിത്ത് ഓഡിയോ ആയി, അപ്പൊ അതൊരു വീഡിയോ ഫയലായി. അത് നടക്കില്ല ഓഡാസിറ്റിയിൽ. ഇമേജ് ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആഡ് ചെയ്യാൻ പറ്റൊന്നുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കാര്യം ആ ഓഡിയോയുടെ അകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് അവിടെ ആ ഒരു പോർഷനിൽ കൊണ്ട് ഇമേജ് ഒക്കെ കൊണ്ട് ആഡ് ചെയ്യാം. അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണം ചെയ്യാനായിട്ട്. അത് വീഡിയോ ആക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. മൂവി മേക്കറിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലിം ചാർട്ടിലൊക്കെ പോയിട്ട് നേരത്തെ നമ്മളൊരു വീഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിനെ മറ്റേ MP3 ആയിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓഡാസിറ്റി ഫയലായിട്ട് സേവ് ആവുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം അവിടെയാണ്. MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് ചെയ്യാം. അത് നമ്മൾ MP3 ചെയ്യണമെന്നില്ല. MP3 ചെയ്തതിന് ശേഷമൊന്നുമല്ല,
നമ്മുടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ ആ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ സൗണ്ടുകൾ നമുക്ക് ഈ പറയുന്ന വിനോടകത്ത് പോയിട്ട് വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റിനോടെ ഒരു മിനിറ്റ് ജോണെ, അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് മാത്രം മതിയെങ്കിൽ നമുക്ക് മറ്റേത് സേവ് ചെയ്യാതിരുന്നാ മതിയല്ലോ. ടെക്സ്റ്റ് മാത്രം നമ്മൾ സേവ് ചെയ്തിട്ട് മറ്റേത് പ്രോജക്റ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മാത്രം നമുക്ക് കിട്ടും. നമ്മൾ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിനോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെവി ഒരു സംഭവമാണ്. നമ്മൾ ഏകദേശം ഒരു 15 MB 15 GB 20 GB മേളിലുള്ള ഫയലാണ്. അപ്പോൾ നമ്മളൊരു പിന്നെ ഓഡാസിറ്റി ഓപ്പൺ ചെയ്തൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യാതെ വിനോ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ ഉള്ളത് 8 GB RAM ആയിരിക്കും മാക്സിമം ഉള്ളത്. നോർമലി നമ്മൾ സേവ് ചെയ്യാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ ചോദിച്ചത് MP3 ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ നമുക്ക് ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാലോ, ക്ലോസ് ചെയ്ത് കളയാലോ, ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം. ഓഡാസിറ്റിയുടെ ഡോക്യുമെന്റ്സിനകത്തുള്ള ഓഡാസിറ്റിയുടെ ഫോൾഡറിനുള്ളിൽ പോയിട്ട് നമുക്കത് ഷിഫ്റ്റ് കഴിഞ്ഞാൽ ആ ഇത് പോകും. നമുക്ക് അപ്പൊ ടെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഓൾറെഡി TXT ഫയലായിട്ട് ഓഡാസിറ്റിയിൽ കാണും. മറ്റേത് നമുക്ക് ഇത് ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇതിനകത്ത് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. യൂട്യൂബ് വീഡിയോ കൊണ്ടൊന്നും ഇതിനകത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഓൺലി വീഡിയോ ഓഡിയോ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നത് MP3 അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് ലേബിൾ ചെയ്ത് ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് മാറ്റാം. ഒരു സംശയം, സേവ് ചെയ്യാതെ നിങ്ങൾ ഒരു ഫയലും നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യാതെ ഒരു ഫയലും വർക്ക് ചെയ്യരുത്. സേവ് ചെയ്തിട്ട് പരമാവധി നിങ്ങൾ ഓരോ വർക്കും കഴിയുമ്പോൾ ഒരു Ctrl+S കൊടുത്ത് മുന്നോട്ട് പോയി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ക്ലിയർ ആയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫയലിനെ ഡിലീറ്റ് ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല, ഓഡാസിറ്റി നോർമൽ ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ വിനോ കൂടെ വരുമ്പോഴത്തേക്കും ഇവന്റെ സൈസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അപ്പോൾ നമ്മൾ ഒരു ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫയൽ സേവ് ചെയ്യാതെ, ഒരു പേര് കൊടുക്കാതെ സേവ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാങ് ആയി നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ നിൽക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഫയലിന് നമ്മൾ അത്രയും ചെയ്ത വർക്ക് ചിലപ്പോൾ അതോടുകൂടെ അങ്ങ് പോവും, തിരിച്ചു കിട്ടണമെന്നില്ല. ഓക്കെ. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചത്, നമ്മുടെ യൂട്യൂബിലുള്ള ഒരു വീഡിയോയെ നമ്മള് വേറൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മള് ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓഡിയോ ഓഡാസിറ്റി വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും ഓഡിയോ ഫയലോ വീഡിയോ ഫയലോ നമുക്ക് ഒഡാസിറ്റിയിലിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അത് വേവ് ഫയലായിട്ടാണ് ഇമ്പോർട്ട് ആവുക. അതിനെ നമുക്ക് എഡിറ്റ് ശേഷം നമുക്ക് തിരിച്ച് വേവ് ഫയലായിട്ടോ MP3 ഫയലായിട്ടോ ഓഡിയോ ഫോർമാറ്റിലുള്ള മറ്റേതെങ്കിലും ഒരു ഫോർമാറ്റിലോ നമുക്ക് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. നോ പ്രോബ്ലം. നമുക്ക് യൂട്യൂബ് ലിങ്ക് ഒരിക്കലും ഓഡാസിറ്റിയിലോട്ട് നിലവിൽ ഓപ്ഷൻ ഇല്ല. ഓഡാസിറ്റിയിലോട്ട് യൂട്യൂബ് ലിങ്ക് എടുത്തിട്ട് നമുക്ക് ആ ഓഡിയോ എടുക്കാനായിട്ട്. പക്ഷെ യൂട്യൂബ് ഏത് ഫോർമാറ്റിൽ വേണേലും ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ഓഡിയോ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക, ഒഡാസിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുക, നമുക്ക് ചെയ്യേണ്ട വർക്ക് അതിനകത്ത് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാം. TXT ഫയലായിട്ട് TXT ലേബിൾ ചെയ്ത് TXT ഫയലാക്കാം, അല്ലെങ്കിൽ ഓഡിയോ ഫയലാക്കാം. നോ പ്രോബ്ലം. ജോണും വൈഷ്ണവും ഇവർക്ക് ഒരുപാട് സംശയങ്ങൾ ഇനി ഇൻസ്റ്റാളേഷൻ സമയത്തൊക്കെ വരാം. ഗ്രൂപ്പിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്തോണേ. ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു വിനോ ഓൺലൈൻ ഇൻസ്റ്റാളർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു 10-20 GB എങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള 1.5 GB 2 GB വെച്ചുകൊണ്ട് നിങ്ങൾ വിനോ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കണമെന്നില്ല. കാരണം ഇത് നല്ല സൈസ് 23 GB ആണ്. വൈഷ്ണവിൻ്റെത് ഫുൾ വർക്കാണ്. ഫുൾ വർക്ക് മീൻസ് ഫുൾ ഓപ്ഷൻ ആണ് അവന്റെ. ഈ പറയുന്ന ലാർജ്, ബേസ്,
മീഡിയം സ്കെയിൽ തന്നെ പല രീതിയിലുള്ളതെല്ലാം കൂടെ വിസ്പർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാം കൂടെ ഉള്ളത് 23 GB ആണ്. നിങ്ങൾ ആലോചിക്കുക, 23 GB ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നെറ്റ് വേണമെന്നുള്ളതെന്ന് ആലോചിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മീൻസ് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ് വിത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇതിന് മുതിരാവുള്ളൂ. ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നെറ്റ് വെച്ചുകൊണ്ട് ചെയ്യാൻ നിന്നിട്ട് നിങ്ങൾ ഇടക്കിടക്ക് റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാങ് ആകും, ക്രാഷ് ആകും, നിങ്ങളുടെ കാശ് പോകും, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ആകത്തുമില്ല. ഓക്കെ, പ്രോസസിംഗ് സ്പീഡും അതുപോലെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റിയും കൂടെ നോക്കണം. അപ്പൊ ഒരു മിനിമം ഒരു 16 GB ഉള്ള സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി, റാമിന്റെ കപ്പാസിറ്റി, സിസ്റ്റത്തിന്റെ പ്രോസസർ എങ്ങനെയാണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒഡാസിറ്റിയുടെ സെയിം വെർഷൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വിനോ മാത്രമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒഡാസിറ്റി ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തു, ലേറ്റസ്റ്റ് ആയിട്ട് വിനോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിനോ വർക്ക് ചെയ്യില്ല. നിങ്ങളുടെ അത്രയും നെറ്റും പോയി, കാശും പോയി, എല്ലാം പോയി, പക്ഷെ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒഡാസിറ്റിയുടെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇത് മാത്രം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ Audacity.org കയറുക, ലേറ്റസ്റ്റ് ഒഡാസിറ്റി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് Audacity.plugins.org കയറുക. അതിൽ AI ഇതിൽ 4.7 3.2.4.7 അങ്ങനെ എന്തോ ഒരു ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്, പുതിയ ഒഡാസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇത് നിങ്ങളുടെ സിസ്റ്റം കോമ്പാറ്റബിൾ ആയിരിക്കണം. നിങ്ങളുടെ സിസ്റ്റം പഴയ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇത് ഒഡാസിറ്റി ചെയ്തു, പ്ലഗിൻസ് ചെയ്തു, എല്ലാം ചെയ്തു, എന്നിട്ട് ഹലോ, നമുക്ക് ഏത് സിസ്റ്റത്തിലാണ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക? വിൻഡോസിലെ ഏത് വേർഷനിലുള്ള നമുക്ക് നിലവിൽ ജോണെ ഒരു സെക്കൻഡ് ജോണെ, ഞാനേ പുറത്ത് പോയി കഴിക്കാൻ മേടിച്ചോണ്ട് വരണം. ഞാൻ ഇറങ്ങുവാണ്. നിങ്ങൾ രണ്ടുപേരും ആൻസർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ വൈൻഡപ്പ് ചെയ്തോണേ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ഇപ്പൊ അജീഷ് നിങ്ങളുടെ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ടേക്കുന്നത് രണ്ടും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒഡാസിറ്റിയും കോമ്പാറ്റബിൾ ആയിട്ടുള്ള വിനോയുമാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്നത്. നിങ്ങൾ ഇത് രണ്ടും ഒരേപോലത്തതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റത്തിന്റെ പവറും കൂടെ നിങ്ങൾ നോക്കണം. നമ്മൾ ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം നിന്ന് വലിയുന്നതല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. പരമാവധി ഞാനത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചേണ്ടത് 16 GB റാം ആണ്, 1 TB SSD ആണ്, 3.8 പ്രോസസർ ഇതും കൂടെയാണ് ഇന്റലിന്റെ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ നോർമലി ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ ബേസ് വേർഷൻ ചെയ്താലും കുഴപ്പമില്ല. ഈ പറഞ്ഞ ലാർജ് സ്കെയിൽ മീഡിയം സ്കെയിൽ കിട്ടില്ലെന്നേ ഉള്ളൂ. ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ബേസ് മോഡൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 8 GB റാമും i3 പ്രോസസർ വിത്ത് 12 Gen പ്രോസസറാണ്. പക്ഷെ കിട്ടത്തില്ല. നമ്മൾ ഈ പറയുന്ന ലാർജ് സ്കെയിൽ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റം നിന്ന് പഴുക്കുന്ന, നിങ്ങളത് ശ്രദ്ധിച്ചറിയാം. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാൽ നിങ്ങളുടെ സിസ്റ്റം ഈ തീക്കട്ടെന്ന് വരുന്നത് പോലെ നിന്ന് പഴുക്കും സിസ്റ്റം നിന്നുണ്ട്. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്തിട്ട് പ്രോസസർ ശരിക്കും ഹീറ്റ് ആവും. അത് ചിലപ്പോൾ നിങ്ങളുടെ പഴയ മോഡലൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ സിസ്റ്റത്തിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് കോമ്പാറ്റബിൾ ആണോ, പക്കയാണോ, കൃത്യമാണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. അവനവൻ്റെ സിസ്റ്റത്തിൻ്റെ ഇതിനനുസരിച്ച് വേണം ഇതേപോലുള്ള ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ഇൻസ്റ്റാളേഷൻ ആണ്, ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് എൻ്റെ തലയിലോ വിഷവിൻ്റെ തലയിലോ കൊണ്ട് വെക്കരുത്. ഓക്കെ, അപ്പോൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും. വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. നന്നായി കേട്ടോ. ഞാൻ എന്തായാലും പുതിയ സിസ്റ്റം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾ ബേസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. ബേസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബേസൊക്കെ ചെയ്യാൻ അല്ല, എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഡെസ്ക്ടോപ്പ് ആണ്. അത് 8 GB റാം ആണ്.
പഴയ 5 വർഷം പഴക്കമുണ്ട്. അപ്പം പിന്നെ അതില് ഇതെങ്ങനെയാ ഡൗൺലോഡ് അല്ല, ചെയ്യാ? ബേസ് വേർഷൻ വർക്ക് ചെയ്യാതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഒഡാസിറ്റി ഓൾറെഡി ഉള്ള ഒഡാസിറ്റി ഡിലീറ്റ് ചെയ്ത് കളയണോ? ഇതിന് ഞാനൊരു ഒഡാസിറ്റി ഓപ്ഷൻ ഒന്ന് പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തേ? വേറൊരു നല്ല ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നിങ്ങൾ ഈ ഉം. പറയുന്ന വിനോ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വിനോയിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സൗണ്ട് ക്വാളിറ്റി പക്കയാക്കി എടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡോബിന്റെ പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അഡോബി പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഓൺലൈൻ സംഭവമുണ്ട്. നമുക്ക് വെബ്സൈറ്റ് വെച്ചിട്ട് അവരുടെ ഒരു വെബ്സൈറ്റ് ആണ് അഡോബി പോഡ്കാസ്റ്റ്. അതിനകത്ത് നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ അളവിലുള്ള ഫയലുകൾ നമുക്ക് ഇട്ട് കൊടുത്തോണ്ട് നമുക്ക് അതിനെ വളരെ നല്ല ഭംഗിയായിട്ട് ഓഡിയോ തിരിച്ചു കിട്ടും. ടെക്സ്റ്റ് ആയിട്ട് കിട്ടത്തില്ല, പക്ഷെ ഓഡിയോ നമുക്ക് തിരിച്ചു കിട്ടും നല്ല ഭംഗിയായിട്ട്. ഓക്കെ, അത് ഓഡിയോ അഡോബി പോഡ്കാസ്റ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് റിലവന്റ് ആണ്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം അഡോബിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒഡാസിറ്റിയുടെ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സിസ്റ്റം നല്ലതായിരിക്കണം. സിസ്റ്റത്തിന് ഒരുപാട് ലോഡ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണ് ഇതെല്ലാം ഇൻസ്റ്റാൾ ആകുന്നത്, അല്ലാതെ ഓൺലൈനിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിൽ ഇൻസ്റ്റാൾ ആയിട്ട് നമ്മുടെ റാമിലേക്ക് ഇത് എടുക്കുകയാണ് ചെയ്യുന്നത്. റാം 8 GB വെച്ചിട്ട് നമ്മുടെ ഇത്രയും വർക്കൊന്നും നടക്കില്ല. മിനിമം 16 GB എങ്കിലും ഉണ്ടെങ്കിലും ഒരു അത്യാവശ്യം മിനിമത്തിൽ നിന്ന് ചൂടാകാനൊക്കെ നിൽക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ വൈഷ്ണവ് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ കിട്ടിയത് അവന്റെ സിസ്റ്റത്തിന്റെ പവർ കൊണ്ടാണ്. ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടേ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഓക്കെ, എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. ഞങ്ങൾ ഇത്രയും നേരം സഹിച്ചതിന് വളരെ നന്ദി. എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് ആരോടും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് പോലും ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ചോദിക്കാതെ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ എനിക്ക് സിസ്റ്റം ഞാൻ ചെയ്യേണ്ടിയിരുന്ന ക്ലാസ് ആണ് വൈഷ്ണവ് എനിക്ക് സപ്പോർട്ട് തന്നത്. വളരെ വളരെ ഒരു നന്ദിയുള്ള ഒരു കാര്യം. എൻ്റെ സിസ്റ്റം കംപ്ലൈന്റ് ആയിരുന്നു. ആ സമയത്ത് അവൻ എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് നമുക്ക് ഈ ക്ലാസ് ഇന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന KFBയുടെ നമ്മുടെ ഈ സംഘടനയുടെ നമ്മുടെ എന്താ പറയുക യൂത്ത് ഫോറം, ടീച്ചേഴ്സ് ഫോറം പോലുള്ള എല്ലാ ആൾക്കാർക്കും, അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന വൈഷ്ണവിനും, അതുപോലെ തന്നെ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച അജീഷ് ഏട്ടനും മറ്റ് യൂത്ത് ഫോറത്തിൻ്റെയും മറ്റു ആൾക്കാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. Thank you. Good night. Thank you. Good night. Video settings, but turn off micro. Videos turn on. You are presenting menu. Turn on mic.